ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാദമി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെയിൽസ് അസിസ്റ്റൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹു വാസ് ദ ഇലക്റ്റഡ് ചെയർമാൻ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ കൊറിയ ഇൻ 1947? അതായത് കൊറിയയുടെ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ കൊറിയൻ്റെ ഇലക്റ്റഡ് ചെയർമാനായിട്ട് 1947 അപ്പോയിൻറ്റ് ചെയ്തത് ആരെയാണെന്ന്. ഇതിൻ്റെ ആൻസർ KPS മേനോൻ ആണ്. അതായത് കൊറിയനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെയർമാനെ 1947 അപ്പോയിൻറ്റ് ചെയ്തത്. അതിൻ്റെ കമ്മീഷൻ KPS മേനോൻ ആയിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ കൊറിയ ജപ്പാൻ്റെ അണ്ടറിലായിരുന്നു. പക്ഷേ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ജപ്പാൻ പരാജയപ്പെടുകയും കൊറിയ എന്നത് അമേരിക്ക സോവിയറ്റ് യൂണിയൻ വിഭജിച്ചെടുക്കുകയാണ് ചെയ്തത്. അതായത് കൊറിയ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ എന്ന് ഡിവൈഡ് ചെയ്തു. അതിൽ നോർത്ത് കൊറിയ സോവിയറ്റ് യൂണിയൻ്റെ കയ്യിലും സൗത്ത് കൊറിയ അമേരിക്കയുടെ കയ്യിലുമായിരുന്നു. എന്നാൽ അതിനുശേഷം കൊറിയനെ ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ 1947 യുണൈറ്റഡ് നേഷൻസ് കമ്മീഷനൊക്കെ ഫോം ചെയ്തു. അതിന് ചെയർമാനായിട്ട് നമ്മുടെ KPS മേനോനെ അപ്പോയിൻറ്റ് ചെയ്തു. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ പിന്നെ ഒന്നിച്ചിട്ടില്ല. അവർ രണ്ടുപേരും അപ്പോഴും രണ്ടായിട്ട് തന്നെ നിലനിന്നു. അതിനുശേഷം നോർത്ത് കൊറിയ സൗത്ത് കൊറിയ തമ്മിലുള്ള ആഭ്യന്തര യുദ്ധങ്ങൾ ഉണ്ടായി. ആ ആഭ്യന്തര യുദ്ധമാണ് നമ്മുടെ കൊറിയൻ വാർസ് ആയിട്ട് അറിയപ്പെടുന്നത്. 1950-53 കാലഘട്ടത്തിലാണ് കൊറിയൻ വാർ ഉണ്ടായത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഇൻ സെക്കൻഡ് വേൾഡ് വാർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ്? ദ ടേം ഫോണി വാർ വാസ് കോയിൻഡ് ബൈ ദി അമേരിക്കൻ പ്രസ്. ദ ജർമ്മൻ ഇൻവാഷൻ ഓഫ് പോളണ്ട് വാസ് കോൾഡ് ഓപ്പറേഷൻ ബാർബറോസ. ദ ബാറ്റിൽ ഓഫ് ബ്രിട്ടൻ പ്രൂവ്ഡ് ദാറ്റ് ജർമൻസ് വെയർ നോട്ട് ഇൻവിൻസിബിൾ. ജപ്പാൻ അറ്റാക്ക്ഡ് പേൾ ഹാർബർ ഓൺ 7th December 1940. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫോണി വാർ എന്നറിയപ്പെട്ടത് എന്ന് കോയിൻ ചെയ്ത അമേരിക്കൻ പ്രസ്സാണ്. ഫോണി വാർ എന്ന് കോയിൻ ചെയ്തത് അമേരിക്കൻ പ്രസ്സാണ്. അതായത് നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ആദ്യത്തെ കാലത്ത് 1939 സ്റ്റാർട്ട് ചെയ്തു. ആ 39 to 40 വരെയൊക്കെ അങ്ങും ഇങ്ങും അല്ല ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സേ ഉണ്ടായിട്ടുള്ളൂ. വലിയ രീതിയിലുള്ളൊരു യുദ്ധം അപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങും ഇങ്ങുള്ളൊരു കോൺഫ്ലിക്ട്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെയാണ് ഈ ഫോണി വാർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫോണി വാർ എന്നൊരു ടേം കോയിൻ ചെയ്തത് അമേരിക്കൻ പ്രസ്സായിരുന്നു. ദ ജർമ്മൻ ഇൻവെൻഷൻ ഓഫ് പോളണ്ട് വാസ് കോൾഡ് ഓപ്പറേഷൻ ബാർബറോസ. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ജർമ്മനീൻ്റെ തന്നെതാണ് ഓപ്പറേഷൻ ബാർബറോസ എന്ന് പറയുന്നത്. അത് സോവിയറ്റ് യൂണിയനെ പരാജയപ്പെടുത്താനുള്ള, അതായത് സോവിയറ്റ് യൂണിയന് എതിരെ കൊണ്ടുവന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബാർബറോസ. അതേപോലെ ജർമ്മനീൻ്റെ വേറൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സീ ലയൺ. അത് ഇംഗ്ലണ്ടിനെതിരെ അല്ലെങ്കിൽ ബ്രിട്ടനെതിരെ ഉപയോഗിച്ച ഒരു ഓപ്പറേഷനാണ് ജർമ്മനിയുടെ ഓപ്പറേഷൻ സീ ലയൺ എന്ന് പറയുന്നത്. ഇനി ജർമ്മനീൻ്റെ പോളണ്ട് ആക്രമണമാണ് ശരിക്കും സെക്കൻഡ് വേൾഡ് വാർ നടക്കാൻ വേണ്ടി കാരണമായി. ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പറയുന്നത് ജർമ്മനീൻ്റെ പോളണ്ട് ആക്രമണമാണ്. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചത്. അതിൻ്റെ ഫലമായിട്ട് 1939 സെപ്റ്റംബർ 3 സെക്കൻഡ് വേൾഡ് വാർ പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ഇനി ദ ബാറ്റിൽ ഓഫ് ബ്രിട്ടൻ പ്രൂവ്ഡ് ദാറ്റ് ജർമൻസ് വെയർ നോട്ട് ഇൻവിൻസിബിൾ. അതെ, അതായത് ബാറ്റിൽ ഓഫ് ബ്രിട്ടൻ്റെ ബാറ്റിൽ എന്ത് പ്രൂവ് ചെയ്തു? ജർമൻസിനെ നമുക്ക് പരാജയപ്പെടാൻ ചാൻസ് ഉണ്ട്. ജർമൻസ് ഇൻവെൻസിബിൾ എന്ന് വെച്ചാൽ അജയനാണ്. അതായത് അവരെ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു അതുവരെ. പക്ഷേ ബ്രിട്ടൻ ജർമ്മനീനെ പരാജയപ്പെടുത്തി, അല്ലെങ്കിൽ ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ ഫൈറ്റ് ചെയ്ത് ജർമ്മനിനെ പരാജയപ്പെടുത്തിയപ്പോൾ മനസ്സിലായി ആ ജർമ്മനീനെ പരാജയപ്പെടുത്താൻ പറ്റുമെന്നത് മനസ്സിലായിരുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഈ ഇൻവെൻസിബിൾ എന്ന് പറഞ്ഞ വൊക്കാബുലറി പഠിച്ചു വെച്ചോ, അത് നമ്മുടെ LDC ഒക്കെ ചോദിക്കാവുന്നതാണ്. ഇൻവെൻസിബിൾ എന്ന് വെച്ചാൽ അജയനായത് അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ പറ്റാത്ത, ദാറ്റ് കനോട്ട് ബി കോൺകേർഡ് അല്ലെങ്കിൽ ദാറ്റ് കനോട്ട് ബി ഡിഫീറ്റഡ് എന്നാണ് ഇൻവെൻസിബിളിൻ്റെ അർത്ഥം. ഇനി ജപ്പാൻ അറ്റാക്ക്ഡ് പേൾ ഹാർബർ ഓൺ 7th December 1940 തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പേൾ ഹാർബർ US ഒരു ഹാർബറാണ്. അത് അറ്റാക്ക് ചെയ്തത് ജപ്പാൻ തന്നെയാണ്. ഈ ഒരു റീസൺ കൊണ്ടാണ് അമേരിക്ക സെക്കൻഡ് വേൾഡ് വാറിലേക്ക് എൻ്റർ ചെയ്യുന്നത് തന്നെ. പക്ഷേ അതിൻ്റെ ഡേറ്റ് തെറ്റാണ്. 7th December 1941 പേൾ ഹാർബർ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 1ഉം 3യുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഉള്ളി 1 and 3. ഇനി വേർ ഈസ് കുനോ നാഷണൽ പാർക്ക് ലൊക്കേറ്റഡ്? അത് മധ്യപ്രദേശാണ്. അത് നമ്മുടെ 2022 ഒരു CA ആയിട്ട് എടുക്കാൻ പറ്റും. ബിക്കോസ് നമ്മുടെ നമീബിയയിൽ നിന്നും ചീറ്റകളെ കൊണ്ടുവന്നത് ഏത് നാഷണൽ പാർക്കിലേക്കാണെന്ന് ചോദിച്ചത് കുനോ നാഷണൽ പാർക്കായിരുന്നു. ഇനി സെക്കൻഡ് സെറ്റ് ഓഫ് നമ്മുടെ ചീറ്റാസ് വരുന്നുണ്ട് മധ്യപ്രദേശിലേക്ക്. പക്ഷെ അത് കുനോ നാഷണൽ പാർക്കിലേക്കല്ല, ഗാന്ധി സാഗർ നാഷണൽ പാർക്കിലേക്കാണ് വരുന്നത്. അപ്പോൾ ഗാന്ധി സാഗർ നാഷണൽ പാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കുനോ നാഷണൽ പാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ടും നോക്കാം. ഇനി കൺസിഡർ ദ ഫോളോയിങ് റൂളേഴ്സ് ഓഫ് ട്രാവൻകൂർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ്ലി മാച്ച്ഡ്? സ്വാതി തിരുനാൾ, ഉത്രം തിരുനാൾ, മാർത്താണ്ഡവർമ്മ, ആയിലം തിരുനാൾ, ശ്രീമൂലം തിരുനാൾ. പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ, ബിഗിനിങ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഫോർമേഷൻ ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻ 1888, ദ ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഇൻ ട്രാവൻകൂർ.
അതിൽ സ്വാതി തിരുനാൾ എന്താണ്, ബിഗിനിങ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണല്ലേ. 1934 ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച റൂളറാണ് സ്വാതി തിരുനാൾ. അപ്പോൾ 1B എന്ന് വരും. 1B എന്നുള്ളത് ഏതാ, ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടും 1B എന്നുള്ള ആൻസറാണ്. ഇനി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ടൈമിലാണ് ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ്, ട്രാവൻകൂറിലെ ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് വന്നത് ഡാറാസ് മീൽ എന്നറിയപ്പെടുന്ന 1859 വന്നത്. പക്ഷേ അഞ്ചൽ സംവിധാനം വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആരുടെ ടൈമിലാണെന്ന് ചോദിച്ചാൽ അത് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ, നമ്മുടെ ഫസ്റ്റ് തിരുവിതാംകൂറിലെ ഫസ്റ്റ് റൂളറായിട്ടുള്ള അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ടൈമിലാണ് അഞ്ചൽ സിസ്റ്റം വന്നത്. പക്ഷേ ഫസ്റ്റ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ വന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ടൈമിലാണ്. ഇനി ആയിലം തിരുനാളിൻ്റെ സമയത്താണ് പണ്ടാരപ്പാട്ട വിളംബരം, അത് 1865 ശ്രീമൂലം തിരുനാളിൻ്റെ സമയത്ത് എന്തായിരുന്നു, ഫോർമേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻ 1888 ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഫോം ചെയ്തു. ആ ടൈമിൽ ദിവാൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഫോം ചെയ്തതെന്ന് ചോദിച്ചാൽ ടി രാമറാവുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. ഇനി നമ്മുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ അകത്ത് ആരുടെ സ്റ്റാച്ചു ആണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വേലുത്തമ്പി ദളവേണയും, വെളിയിലാണെങ്കിൽ ടി മാധവറാവുവിൻ്റെ സ്റ്റാച്ചു ആണ് ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ വെളിയിൽ വെച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ലോർഡ് റിപ്പൺ. റിപ്പീൽ ഓഫ് വെർനാക്കുലർ പ്രസ് ആക്ട്, ദ സെക്കൻഡ് അഫ്ഗാൻ വാർ, ദ ഫസ്റ്റ് ഫാക്ടറി ആക്ട് ഓഫ് 1881, ദ ആംസ് ആക്ട് 1878. ഇതിൽ വെർനാക്കുലർ പ്രസ് ആക്ട് റിപ്പീൽ ചെയ്ത ആര് തന്നെയാണ്, ലോർഡ് റിപ്പൺ തന്നെയാണ്. വെർനാക്കുലർ പ്രസ് ആക്ട് നമ്മുടെ പത്ര നിയമം ഉണ്ടല്ലോ അത് കൊണ്ടുവന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്റൻ പ്രഭുവാണ്. ഇനി ദ ഫസ്റ്റ് ഫാക്ടറി ആക്ട് ഓഫ് 1881, ആ ഒരു ഇയർ റിപ്പണിൻ്റെ ആ ഒരു കാലഘട്ടം അറിഞ്ഞിരുന്നത് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ അല്ലേ. ഫസ്റ്റ് ഫാക്ടറി ആക്ട് ഓഫ് 1881 കൊണ്ടുവന്നതും റിപ്പൺ പ്രഭു തന്നെയാണ്. അപ്പോൾ ഇതിൽ നോട്ട് അസോസിയേറ്റഡ് എന്ന് പറയുമ്പോൾ 2ഉം 4ഉം അസോസിയേറ്റഡ് അല്ലാത്തത്. 2ഉം 4ഉം ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ആംസ് ആക്ട് 1878 വെർനാക്കുലർ പ്രസ് ആക്ടും 1878 ഇത് രണ്ടും ആരുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ലിറ്റൻ പ്രഭു ആണ്. പക്ഷെ റിപ്പീൽ ചെയ്തത് നമ്മുടെ ലോർഡ് റിപ്പൺ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്രോണോളജിക്കലി അറേഞ്ച്ഡ്. നെഹ്റു റിപ്പോർട്ട് റെക്കമെൻഡ്സ് പ്രിൻസിപ്പിൾസ് ഫോർ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, മീററ്റ് കോൺസ്പിറസി കേസ്, കമ്മ്യൂണൽ അവാർഡ് ബൈ റാംസെ മക്ഡൊണാൾഡ്. ഇതിൽ നെഹ്റു റിപ്പോർട്ട് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1928 കേട്ടോ. നമ്മുടെ മോത്തിലാൽ നെഹ്റുവിൻ്റെ ഇതിൽ കൊണ്ടുവന്നതാണ് 1928 നെഹ്റു റിപ്പോർട്ട്. മീററ്റ് കോൺസ്പിറൻസി ആണെങ്കിൽ 1929, കമ്മ്യൂണൽ അവാർഡ് 1932. കമ്മ്യൂണൽ അവാർഡ് പുറപ്പെടുപ്പിച്ച സമയത്തെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ അത് പുറപ്പെടുപ്പിച്ച പ്രൈം മിനിസ്റ്റർ ചോദിച്ചാൽ നമ്മുടെ റാംസെ മക്ഡൊണാൾഡ് തന്നെയാണ്. അത് 1938. അപ്പോൾ ഇതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡറിൽ 1, 2, 3 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, 1, 2, 3 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് മീററ്റ് കോൺസ്പിറൻസി കേസ് പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ കുറേ ഗൂഢാലോചന കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കാൺപൂർ കോൺസ്പിറസി കേസ് ആണെങ്കിൽ 1924 നടന്നതാണ് കാൺപൂർ കോൺസ്പിറസി കേസ്. എസ്.എ. ഡാംഗെ, M.N. റോയ്, മുസാഫർ അഹമ്മദ്, നളിനി ഗുപ്ത ഇവരുടെയൊക്കെ ഇതിൽ നടന്നതാണ് കാൺപൂർ കോൺഫറൻസി കേസ്. അതുപോലെ നമ്മുടെ മീററ്റ് കോൺസ്പിറസി ആണെങ്കിൽ 1929 എസ്.എ. ഡാംഗെയും PC ജോഷി തുടങ്ങിയ നേതാക്കൾ കൊണ്ടുവന്നതാണ് മീററ്റ് കോൺസ്പിറൻസി. ഇനി മുസാഫർ നഗർ കോൺഫറൻസി ഉണ്ട്, അത് 1908 നടന്നതാണ് മുസാഫർ നഗർ കോൺസ്പിറസി. അത് നമ്മുടെ ഡഗ്ലസ് കിങ്സ്ഫോർഡിന്, നമ്മുടെ കൊൽക്കത്തയിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന ഡഗ്ലസ് കിങ്സ്ഫോർഡിന് നേരെ ഉണ്ടായ കുതിറാം ബോസിൻ്റെ വെടിവെപ്പിന് നേരെ ഉണ്ടായ ഒരു ഗൂഢാലോചന കേസാണ് മുസാഫർ നഗർ ഗൂഢാലോചന എന്നറിയപ്പെടുന്നത്. അപ്പം കുതിറാം ബോസ് ആണ് ആർക്കെതിരെ വെടിവെച്ചു, ഡഗ്ലസ് കിങ്സ്ഫോർഡിന് എതിരെ വെടിവെക്കാൻ വേണ്ടി ഉണ്ടായ ഗൂഢാലോചന കേസായിരുന്നു. അതിൽ കുതിറാം ബോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ പ്രഫുല്ല ചാക്കയാണ് കേട്ടോ. കൂടെ ബോംബ് എറിഞ്ഞ ആൾ ചോദിച്ചാൽ അത് പ്രഫുല്ല ചാക്കയാണ്. ഇനി ഡൽഹി ലാഹോർ കോൺസ്പിറസി കേസ് ഉണ്ട്, അത് 1912 ഡൽഹി ലാഹോർ. അത് ലോർഡ് ഹാർഡിങ്സിനെ വധിക്കാൻ ശ്രമിച്ച സംഭവമാണ്. ബസന്തകുമാർ ബിശ്വാസ് ആണ് ഈ സംഭവമായിട്ട് ബോംബ് എറിഞ്ഞത്. ഇനി കക്കോരി ഗൂഢാലോചന കേസ് 1925 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടന്നൊരു സംഭവമാണ് കക്കോരി ഗൂഢാലോചന കേസ്. അതിൽ രാംപ്രസാദ് ബിസ്മിൽ, അസ്ഫാഖുല്ല ഖാൻ, രാജേന്ദ്ര ലാഹിരി, ചന്ദ്രശേഖർ ആസാദ്, സച്ചേന്ദ്ര ബക്ഷി, കേശവ ചക്രവർത്തി ഇവരെല്ലാവരും ഇതിലുള്ള ആൾക്കാരാണ്. അതിൽ തൂക്കിലേറ്റപ്പെട്ടത് നമ്മുടെ രാംപ്രസാദ് ബിസ്മിലിനെയാണ് തൂക്കിലേറ്റിയത്. രാംപ്രസാദ് ബിസ്മിലിനെയും റോഷൻ സിംഗിനെയുമാണ് ഇതിൻ്റെ ഇതായിട്ട് തൂക്കിലേറ്റിയത്.
ഇനി ചിറ്റഗോങ് ആർമറി റെയ്ഡ് ആണെങ്കിൽ 1930 നടന്നതാണ് ചിറ്റഗോങ് ആർമറി റെയ്ഡ്. അത് സൂര്യാസെൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ്. ചിറ്റഗോങ് ഇപ്പം ബംഗ്ലാദേശിലെ ഒരു സ്ഥലമാണ്. ഈ ചിറ്റഗോങ് ആർമറി റെയ്ഡ് നടക്കുന്നതിൽ അവർ ഏത് കലാപത്തെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു ആർമറി റെയ്ഡ് നടന്നതെന്ന് ചോദിച്ചാൽ 1916 ഈസ്റ്റർ റൈസിങ്, അയർലൻഡിൽ നടന്ന ഈസ്റ്റർ കലാപത്തിൽ പ്രചോദനമേറ്റിട്ടാണ് 1930 ചിറ്റഗോങ് ആർമറി റെയ്ഡ് സൂര്യാസെൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സൂര്യാസെനെ തൂക്കിലേറ്റ് 1934 ജനുവരി 12-നാണ് സൂര്യാസെനെ തൂക്കിലേറ്റത്. സൂര്യാസെൻ്റെ കൂടെ തൂക്കിലേറ്റപ്പെട്ടത് താരകേശ്വർ ദസ്താറുമാണ്. ഇനി സെക്കൻഡ് ലാഹോർ ഗൂഢാലോചന കേസ്, നമ്മൾ ഫസ്റ്റ് ഒരു ഡൽഹി ലാഹോർ ഗൂഢാലോചന കേസ് പറഞ്ഞു 1912. ഇനി സെക്കൻഡ് ലാഹോർ ഗൂഢാലോചന കേസ് നടന്നത് 1928 ഡിസംബർ 17-നാണ് സെക്കൻഡ് ലാഹോർ ഗൂഢാലോചന കേസ് നടന്നത്. അതാണ് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നതാണ് സെക്കൻഡ് ലാഹോർ ഗൂഢാലോചന കേസ്. ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് 1931 മാർച്ച് 23-ന് ഇവരെ മൂന്നുപേരും തൂക്കിലേറ്റുന്നുണ്ട്. ഓക്കെ, അടുത്താണ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് എ കറക്റ്റ് ആൻസർ യൂസിംഗ് ദ കോഡ് ഗിവൺ ബിലോ. ദ ഹിമാലയാസ് ബിറ്റ്വീൻ സത്ലജ് ആൻഡ് കാളി റിവേഴ്സ് ഈസ് നോൺ ആസ് നേപ്പാൾ ഹിമാലയാസ്. ദ ഗ്രേറ്റർ ഹിമാലയാസ് is otherwise known as Himadri. Himalayas is the youngest and the loftiest mountain chains in the world. Dhaulagiri peak is located in Trans Himalaya. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഗ്രേറ്റർ ഹിമാലയാസിനെ തന്നെയാണ് എന്ത് ഹിമാദ്രി എന്നറിയപ്പെടുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ ഹിമാലയാസ് ഈസ് ദ യങ്ങസ്റ്റ് ആൻഡ് ലോഫ്റ്റിയസ്റ്റ് മൗണ്ടൻസ്, അതും ശരിയാണ്. ഏറ്റവും യൗവനമായിട്ടുള്ള മടക്കു പർവ്വതം അല്ലെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതം എന്നൊക്കെ അറിയപ്പെടുന്നത് ഹിമാലയാസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ 1ഉം 3ഉം സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയാണ്, 2ഉം 4ഉം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ് വരുന്നത്? 1 അല്ല, 1 തെറ്റാണ്. 2ഉം 3ഉം ശരിയാണ്, 1ഉം 4ഉം തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി വരും കേട്ടോ. 1ഉം 4ഉം ഇൻകറക്റ്റ് ആണ്, 2ഉം 3ഉം കറക്റ്റ് ആണ്. അതായത് ഹിമാലയാസ് ബിറ്റ്വീൻ സത്ലജ് ആൻഡ് കാളീനെ എന്താണ് അറിയപ്പെടുന്നത്? കുമയൂൺ ഹിമാലയാസ് എന്നാണ് കേട്ടോ. കുമയൂൺ ഹിമാലയാസ് ആണ് അറിയപ്പെടുന്നത്. കാളി ആൻഡ് തീസ്തയ്ക്ക് ഇടയിലുള്ളതിനാണ് നേപ്പാൾ ഹിമാലയാസ് എന്ന് അറിയപ്പെടുന്നത്. ഈ നേപ്പാൾ ഹിമാലയാസിനെ തന്നെ നമുക്ക് എന്താ മധ്യ ഹിമാലയൻ റീജിയൻ എന്നും അറിയപ്പെടുന്നുണ്ട്. മധ്യ ഹിമാലയൻ റീജിയൻ എന്ന് അറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ നേപ്പാൾ ഹിമാലയം തന്നെയാണ്. ഇനി ടീസ്ത ബ്രഹ്മപുത്രയ്ക്ക് നടുവിലുള്ളതാണെങ്കിൽ ആസാം ഹിമാലയ എന്നും, പിന്നെ നമ്മുടെ ആദ്യത്തേത് സിന്ധു സത്ലജിന് നടുവിലുള്ളതിനാണെങ്കിൽ പഞ്ചാബ് ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി ധൗളഗിരി പീക്ക് എന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നതല്ല, അത് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. നേപ്പാളിലെ ഒരു കൊടുമുടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 7ാമത്തെ കൊടുമുടി എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ധൗളഗിരി പീക്കാണ്. ട്രാൻസ് ഹിമാലയം എന്നൊക്കെ പറയുമ്പോൾ ലഡാക്ക് റീജിയനിലൊക്കെ കാണപ്പെടുന്നതാണ്. ട്രാൻസ് ഹിമാലയം എന്ന് പറയുമ്പോൾ നമ്മുടെ കാരക്കോറം, ലഡാക്ക്, സസ്കർ ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് ട്രാൻസ് ഹിമാലയത്തിനാണ്. നമ്മുടെ മൗണ്ട് K2 ഒക്കെ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്തിൽ, ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാരക്കോറത്തിലാണ്. അടുത്ത വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് കറക്റ്റ് അബൌട്ട് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ റീജിയൻസ്? ഹൂഗ്ലി ഇൻഡസ്ട്രിയൽ റീജിയൻ ഈസ് കോൾഡ് കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ. Salem is known as the Manchester of Tamil Nadu. Plantation agriculture is the industrial base of Hooghly industrial region. Chota Nagpur industrial region is called Ruhr of India. ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഡി ആണ്. ചോട്ടാ നാഗ്പൂറിനെയാണ് ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്നത്, ചോട്ടാ നാഗ്പൂർ ആണ്. അതുപോലെ കോട്ടൺ ഓഫ് പോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. ഇനി മാഞ്ചസ്റ്റർ ഓഫ് തമിഴ്നാടു എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരാണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ, ഡെനിം സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് അഹമ്മദാബാദാണ്. ഇനി നമുക്കറിയാം ഹൂഗ്ലി ഇൻഡസ്ട്രിയൽ റീജിയനിൽ ഒരിക്കലും പ്ലാന്റേഷൻ അഗ്രികൾച്ചർ നടക്കില്ല. അത് കുറച്ച് ഹില്ലി റീജിയൻ, ആസാം, അരുണാചൽ പ്രദേശ് അങ്ങനെയുള്ളിടത്തൊക്കെയാണ് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ. അതുപോലെ നമ്മുടെ ഇവിടുത്തെ മൂന്നാർ റീജിയൻ അവിടെയൊക്കെയാണ് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ നടക്കുന്നത്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്ലേസ് ഇസ് നോട്ട് കറക്റ്റ്? നെല്ലിയാമ്പതി പ്ലേറ്റു, മിനാരപ്പാറ മല, മൂന്നാർ പ്ലേറ്റു, ആനമുടി പീക്ക്, പൊന്മുടി ആണെങ്കിൽ അഗസ്ത്യാർമല റിഡ്ജ് അല്ലെങ്കിൽ അഗസ്ത്യാർമല പീക്ക്, പെരിയാർ പ്ലേറ്റു ആണെങ്കിൽ ബാണാസുര മല. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പെരിയാർ പ്ലേറ്റു, ബാണാസുര മല. ബാണാസുര മല എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിലുള്ളതാണ്. കബനി നദിയാണ് അതിലൂടെ ഒഴുകുന്നത്, കബനി നദിയാണ്. പെരിയാർ വയനാട്ടിലൂടെ ഒഴുകുന്നതേ ഇല്ല. പെരിയാർ ഒഴുകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെ മാത്രം ഒഴുകുന്ന നദിയാണ് പെരിയാർ. അപ്പോൾ അതിനകത്തുള്ള നമുക്ക് മനസ്സിലാവും അത് ബാണാസുരയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി വിച്ച് സ്റ്റേറ്റ്സ് ഹെറിറ്റേജ് ഇസ് വാഞ്ചോ വുഡൻ ക്രാഫ്റ്റ് വിച്ച് റീസെൻ്റ്ലി റിസീവ്ഡ് ദി ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്? ഈ വാഞ്ചോ വുഡൻ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഏത് ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ GI ടാഗ് കിട്ടിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ നമ്മൾ വാഞ്ചോ ഫെസ്റ്റിവൽ ഒക്കെ പഠിക്കാറുണ്ട്. വാഞ്ചോ ഫെസ്റ്റിവൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശിൽ നടക്കുന്നതാണ് വാഞ്ചോ ഫെസ്റ്റിവൽ. അപ്പോൾ വാഞ്ചോ വുഡൻ ക്രാഫ്റ്റ് എവിടുത്തെ GI ടാഗാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിൽ GI ടാഗ് കിട്ടിയ ഒരു സംഭവമാണ് വാഞ്ചോ വുഡൻ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്.
ഏറ്റവും കൂടുതൽ GI ടാഗ് ആസ് പെർ 2024 റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ GI ടാഗുകളുള്ളത് ഏത് സംസ്ഥാനത്തിനാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ് കേട്ടോ. UPക്കാണ് ഏറ്റവും കൂടുതൽ GI ടാഗുകളുള്ളത്. ഇനി 2022 ഏപ്രിലിൽ GI ടാഗ് ലഭിച്ച കാംഗ്ര ടീ, കാംഗ്ര KANGRA, കാംഗ്ര ടീ ഏത് സംസ്ഥാനത്തിനാണെന്ന് ചോദിച്ചത് ഹിമാചൽ പ്രദേശിനാണ് കേട്ടോ. കാംഗ്ര ടീ GI ടാഗ് കിട്ടിയതാണ്. അത് ഏത് സംസ്ഥാനത്തിൻ്റെയാണ്? ഹിമാചൽ പ്രദേശിൻ്റെയാണ്. അതുപോലെ തിരങ്ക ബർഫിയൊക്കെ ലേറ്റസ്റ്റ് ആണ്, 2024 തിരങ്ക ബർഫി എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ ഗൂഗിളിൽ അത് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബർഫി എന്ന് പറഞ്ഞൊരു സ്വീറ്റാണ്, ഒരു പേട പോലെ സംഭവമാണ്. അത് നമ്മുടെ ഫ്ലാഗിൻ്റെ ആ ഒരു കോഡ്, അതായത് കുങ്കുമം, വെള്ള, ഗ്രീൻ എന്ന ആ ഫ്ലാഗിൻ്റെ പോലെ തന്നെ ഡിസൈനിലുള്ള ഒരു പേടേനാണ് ഈ തിരങ്ക ബർഫി എന്ന് വിളിക്കുന്നത്. അപ്പോൾ തിരങ്ക ബർഫി എവിടുത്തെ GI ടാഗാന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിൻ്റെ GI ടാഗാണ് തിരങ്ക ബർഫി. ഇനി GI ടാഗ് ലഭിക്കുന്ന ആദ്യത്തെ വനോൽപ്പന്നം ചോദിച്ചാൽ അത് നിലമ്പൂർ തേക്കാണ്. നമ്മുടെ കേരളത്തിലെ നിലമ്പൂർ തേക്കിനാണ് GI ടാഗ് കിട്ടിയ ആദ്യത്തെ വനോൽപ്പന്നം പറയുന്നത്. ഇനി GI ടാഗ് ലഭിച്ച മുഷ്ക് ബഡ്ജി അരി, ഇതൊക്കെ ലേറ്റസ്റ്റ് തന്നെയാണ്. മുഷ്ക് ബഡ്ജി റൈസിന് ജൂലൈയിൽ GI ടാഗ് കിട്ടിയതാണ്. മുഷ്ക് ബഡ്ജി റൈസ് ഇത് ഏത് രാജ്യത്തെയാണ്, ഏത് സംസ്ഥാനത്തെ അല്ലെങ്കിൽ യൂണിറ്റ് ടെറിട്ടറിയാണെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീരിലാണ് കേട്ടോ. മുഷ്ക് ബഡ്ജി റൈസ് എവിടത്തെയാണ് GI ടാഗ് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ജമ്മു കാശ്മീരിലാണ് മുഷ്ക് ബഡ്ജി റൈസിന് GI ടാഗ് കിട്ടിയത്. ഇനി നമ്മുടെ കത്തിയ ഗഹു, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കത്തിയ ഗഹു ഏത് സംസ്ഥാനത്തെ GI ടാഗാന്ന് ചോദിച്ചാൽ അതും UP തന്നെയാണ്. കത്തിയ ഗഹു എന്ന് പറയുന്നത് ഒരു ഗോതമ്പിനമാണ്. കത്തിയ ഗഹു അത് UPയിലാണ് ഗോതമ്പിനം കത്തിയ ഗഹു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാല ജീര റൈസ് ഉണ്ട്. കാല ജീര റൈസ് അത് ഈ കറുത്ത കളറിലിരിക്കുന്ന ഒരു ടൈപ്പ് അരിയാണ് ഈ കാല ജീര റൈസ് എന്ന് പറയുന്നത്. ഈ കാല ജീര റൈസ് ഒഡീഷയിലെയാണ് കേട്ടോ. കാല ജീര റൈസ് ഒഡീഷയിലെയും. ചൊക്കുവ റൈസ് ഉണ്ട്. ചൊക്കുവ റൈസ് എന്ന് പറഞ്ഞാൽ ചുമന്ന കളറിലിരിക്കുന്ന ഒരു ടൈപ്പ് അരിയാണ് ചൊക്കുവ റൈസ്. അതാണെങ്കിൽ ആസാമിലാണ് കേട്ടോ. അപ്പോൾ ചൊക്കുവ റൈസ് ആസാമും കാല ജീര റൈസ് ആണെങ്കിൽ ഒഡീഷയിലെയും GI ടാഗാണ്. പിന്നെ ഈ ഇടയ്ക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു 5 പ്രോഡക്ട്സിന് GI ടാഗ് കിട്ടിയിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അട്ടപ്പാടി ആട്ടുകൊമ്പ് അമര, പാലക്കാടിലുള്ളതാണ്. അട്ടപ്പാടി പിന്നെ അറിയാലോ പാലക്കാടാണ്. അപ്പോൾ അട്ടപ്പാടി ആട്ടുകൊമ്പ് അമരയും അട്ടപ്പാടി തുവരയും ഇത് രണ്ടും പാലക്കാടുള്ളതാണ്, GI ടാഗ് കിട്ടിയതാണ്. കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി ഉണ്ട്. അതിൽ കാന്തല്ലൂർ എവിടെയാണ്? ഇടുക്കിയാണ്. അപ്പോൾ കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി ഇടുക്കിയും. പിന്നെ ഓണാട്ടുകര എള്ളുണ്ട്. ഓണാട്ടുകര എള്ളാണെങ്കിൽ അത് ആലപ്പുഴയിലുമാണ്. ഓണാട്ടുകര എള്ളിനും കിട്ടി, അത് ആലപ്പുഴയിലാണ്. പിന്നെ പൊട്ടുവെള്ളരിക്കും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് പേര് ഞാൻ മറന്നുപോയി. ഒരു പൊട്ടുവെള്ളരിക്കും ഇതുപോലെ GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അരുണാചൽ പ്രദേശിൽ നമ്മളിപ്പോൾ പറഞ്ഞു വാഞ്ചോ വുഡൻ ക്രാഫ്റ്റ് ഉണ്ട്. അത് കൂടാതെ ആടി ഖെക്കീർ ഒരു ടൈപ്പ് ജിഞ്ചറാണ് കേട്ടോ. ആടി ഖെക്കീർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ജിഞ്ചറിനും എന്ത് കിട്ടിയിട്ടുണ്ട്? GI ടാഗ് കിട്ടിയിട്ടുണ്ട്. ആടി ഖെക്കീർ എന്ന് പറയുന്ന ജിഞ്ചറിന് GI ടാഗ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കായി ചട്നിക്കും GI ടാഗ് കിട്ടിയിട്ടുണ്ട്. കായി ചട്നിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ റെഡ് ആൻഡ് ചട്നി എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ കാണപ്പെടുന്ന ചുമന്ന കളറിലെ വലിയ ഇതുണ്ടല്ലോ, ഉറുമ്പുണ്ടല്ലോ, അതിനെ വെച്ചിട്ട് ചട്നി ഉണ്ടാക്കിയതാണ്. ഒഡീഷയിലാണ് കേട്ടോ. ഒഡീഷയിലാണ് കായി ചട്നി അല്ലെങ്കിൽ റെഡ് ആൻഡ് ചട്നിക്കും ഒരു GI ടാഗ് കിട്ടിയിട്ടുണ്ട്. 2024 ജനുവരിയിൽ കിട്ടിയതാണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GI ടാഗുകളൊക്കെ തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മാച്ച് ദ ഫോളോയിങ്. സമ്മർ സോളിസ്റ്റിസ്, വെർണൽ ഇക്വിനോസ്, വിൻ്റർ സോളിസ്റ്റിസ്, ഓട്ടംനൽ ഇക്വിനോസ്. ഇതിൽ സമ്മർ സോളിസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരായനമാണ്. ഉത്തരായനം എന്ന് പറയുമ്പോൾ ഉത്തരായനത്തിൽ പോയിട്ട് ആ ഒരു സോളിസ്റ്റിസ് കാണിക്കുന്ന ഏത് ദിവസമാണ്? അത് ജൂൺ 21. അപ്പോൾ 1B എന്ന് വരും. സമ്മർ സോളിസ്റ്റിസ് വരുന്നത് വിൻ്റർ സോളിസ്റ്റിസ് ആണെങ്കിൽ 3C വരും. ആ 3C എന്നുള്ള ഓപ്ഷൻ 3C എന്നുള്ള ഓപ്ഷൻ D ആണ്. അപ്പോൾ സമ്മർ സോളിസ്റ്റിസ് മാർച്ച് 21 കേട്ടോ. സമ്മർ സോളിസ്റ്റിസ് മാർച്ച് 21 വിൻ്റർ സോളിസ്റ്റിസ് ഡിസംബർ 22 അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ തന്നെയാണ്. അടുത്ത നമ്മുടെ ഇക്വിനോസ്, വിഷുബങ്ങൾ വരുന്ന ഡേറ്റുകളാണ് ഈ ജൂൺ 21 സെപ്റ്റംബർ 23 വിഷുബങ്ങളാണ് വരുന്നത് കേട്ടോ. ആ വിഷുബങ്ങളെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. വെർണൽ മഹാവിഷുബം, അതുപോലെ തന്നെ നമ്മുടെ ശരത് വിഷുബം, അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മുടെ ശരത്കാലം എന്ന് പറയുന്നത് ഏതൊക്കെ മാസമാണ്? സെപ്റ്റംബർ ഒക്ടോബർ ആണല്ലോ ശരത്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ശരത് വിഷുബം എന്ന് പറയുന്നത് സെപ്റ്റംബർ 23 അങ്ങനെ കണക്ട് ചെയ്യുക. സെപ്റ്റംബർ 23 ശരത് വിഷുബമാണ്.
അതുപോലെ വിൻ്റർ സോൾസ്റ്റിസ് ആണെങ്കിൽ നമ്മുടെ ദക്ഷിണായനം എന്ന് പറയുന്നത് ഡിസംബർ 22 ഉത്തരായനമാണെങ്കിൽ അത് ജൂൺ 21 മാർച്ച് 21. ഉത്തരായനം മാർച്ച് 21. പിന്നെ വെർണാലിക്നസ് അല്ലെങ്കിൽ മഹാവിഷുഭം എന്ന് പറയുന്നതാണ് ജൂൺ 21. ഈ ജൂൺ 21 സെപ്റ്റംബർ 23 ആണ് നമ്മുടെ വിഷുഭങ്ങൾ, അതായത് ഈക്വൽ ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ആയിരിക്കും ആ ടൈമിൽ ഉണ്ടാകുന്നത്. ഇത്രേ ഉള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. മാർച്ച് 21 സമ്മർ സോളിസ്റ്റിസ്. അടുത്ത വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അനുദൈർഘ്യ തരംഗമാണ്. പിന്നെ സുനാമി ഉണ്ട്, റോഗ് വേവ്സ് ഉണ്ട്, ഓർബിറ്റൽ വേവ്സ് ഉണ്ട്. ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഓർബിറ്റൽ വേവ്സ് ഒരു ഇൻ്റർഫേസ് വേവ് ആണ്. അപ്പോൾ അതിൽ ഏതുണ്ട്? ഓർബിറ്റൽ വേവ്സ്, ഇൻ്റർഫേസ് വേവ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് ഏതാ? ഇത് ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ശരി കേട്ടോ. ഈ അനുദൈർഘ്യ തരംഗം ഏതാണ്? നമ്മുടെ ലൈറ്റ് ആണോ അതോ നമ്മുടെ സൗണ്ട് ആണോ? അനുദൈർഘ്യ തരംഗം അത് ലൈറ്റ് ആണല്ലേ. പ്രകാശത്തിനാണ് അനുദൈർഘ്യ തരംഗം എന്ന് വിളിക്കുന്നത്. പ്രകാശമല്ല, നമ്മുടെ ഇത് അനുദൈർഘ്യമാണെങ്കിൽ ശബ്ദം കേട്ടോ. അനുദൈർഘ്യമാണെങ്കിൽ ശബ്ദവും, അനുപ്രസ്ഥം അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് എന്നറിയപ്പെടും. അപ്പോൾ അനുപ്രസ്ഥമാണ് ആ എടുത്താൽ മതി. അനുപ്രസ്ഥമാണെങ്കിൽ അത് പ്രകാശവുമാണ്. അപ്പോൾ ഇതിൽ അനുദൈർഘ്യ തരംഗം എന്ന് ഉദ്ദേശിക്കുന്നത് ഇതെങ്ങനെയാണ് വരയ്ക്കുക? അനുദൈർഘ്യ തരംഗം വരയ്ക്കുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അനുദൈർഘ്യ തരംഗം. അനുപ്രസ്ഥം എന്ന് പറയുമ്പോൾ മറ്റേ സ്പ്രിങ് പോലെ ഇരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സ്പ്രിങ് പോലെ ഇരിക്കും. അപ്പോൾ ഇതിൽ അനുദൈർഘ്യ തരംഗം പുഷ് ആൻഡ് പുൾ എന്നുള്ള രീതിയിലും പറയപ്പെടുന്നുണ്ട്. പുഷ് ആൻഡ് പുൾ വേവ്സ് ആണ്. ഓർബിറ്റൽ വേവ്സ് ഇൻ്റർഫേസ് വേവ്. ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ രണ്ട് മീഡിയത്തിൻ്റെ ഇൻ്റർഫേസ് എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓർബിറ്റൽ വേവ്സ്. സുനാമി നമുക്കറിയാം സീസ്മിക് തരംഗങ്ങളാണല്ലോ സുനാമി. പിന്നെ റോഗ് വേവ്സിനാണ് നമ്മൾ സൂപ്പർ വേവ്സ് എന്നും അറിയപ്പെടുന്നത്. ഇനി എ മേജർ ഇറിഗേഷൻ പ്രൊജക്റ്റ് റെഫേഴ്സ് ടു എ പ്രൊജക്റ്റ് വിച്ച് ഡാഷ്? ഒരു മേജർ ഇറിഗേഷൻ പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. ഇതിൻ്റെ ആൻസർ കവേഴ്സ് എ മിനിമം ഓഫ് 10,000 ഹെക്ടേഴ്സ് ആണ് കേട്ടോ. 10,000 ഹെക്ടേഴ്സ്, മിനിമം ഒരു 10,000 ഹെക്ടേഴ്സ് എങ്കിലും കവർ ചെയ്യുന്നതിനാണ് നമ്മൾ മേജർ ഇറിഗേഷൻ പ്രൊജക്റ്റ് എന്ന് വിളിക്കുന്നത്. മേജർ ഇറിഗേഷൻ പ്രൊജക്റ്റ് ആണെങ്കിൽ അതൊരു 10,000 ഹെക്ടേഴ്സ് എങ്കിലും ലാൻഡ് കവർ ചെയ്തിട്ടുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് മീഡിയം ഇറിഗേഷൻ പ്രൊജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 2000 മുതൽ 10,000 വരെ ഹെക്ടേഴ്സ് കവർ ചെയ്തതാണ് മീഡിയം ഇറിഗേഷൻ പ്രൊജക്റ്റ്. ഇനി മൈനർ ഇറിഗേഷൻ പ്രൊജക്റ്റ് ഉണ്ട്, അതാണെങ്കിൽ 2000 ഹെക്ടേഴ്സിന് താഴെ കവർ ചെയ്യുന്നതാണ് മൈനർ ഇറിഗേഷൻ പ്രൊജക്റ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ മേജർ ആണെങ്കിൽ 10,000 ഹെക്ടേഴ്സിന് മുകളിൽ കവർ ചെയ്യുന്നതും, മൈനർ ആണെങ്കിൽ 2000-ന് താഴെയും, ഇനി അതിൻ്റെ നടക്ക് മീഡിയം ആണെങ്കിൽ 2000 to 10,000 വരെ കവർ ചെയ്യുന്നതാണ് മീഡിയം ഇറിഗേഷൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് 5-year പ്ലാൻ അണ്ടർടേക്കൺ ബൈ ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് ബേസ്ഡ് ഓൺ ഡാഷ്? ഫസ്റ്റ് 5-year പ്ലാനിൻ്റെ പേര് പ്ലാനിംഗ് കമ്മീഷൻ ഏത് മോഡൽ ബേസ് ആയിരുന്നത്? ശരിക്കും അത് ഹാരോഡ് ഡോമർ മോഡൽ ബേസ് ആണ്, അല്ലെങ്കിൽ കാർഷിക പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷനിലൊന്നും ഇതിന് ആൻസർ ഇല്ലെന്ന് തന്നെ വിചാരിക്കുന്നു. എന്നാലും പ്രൊവിഷണൽ വരുമ്പോൾ ഒന്നുകൂടെ നോക്കാം. മഹലനോബിസ് എന്തായാലും അറിയപ്പെടുന്നത് സെക്കൻഡ് 5-year പ്ലാൻ ആണ്. അത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് റിഗാർഡ് ടു ഇക്കണോമിക് റീഫോംസ് ഓഫ് 1991. 1991 ഇക്കണോമിക് റീഫോംസ് ആണ് മൻമോഹൻ സിംഗിൻ്റെ അതായത് മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത്, അതുപോലെ നമ്മുടെ PV നരസിംഹറാവുവിൻ്റെ ഒക്കെ സമയത്ത് ഉള്ള ഒരു റീഫോമാണ്, എക്കണോമിക് റീഫോമാണ് 1991. നമ്മുടെ LPG മോഡലൊക്കെ കൊണ്ടുവന്നത് ഈ ഒരു റീഫോമിലാണ്. റുപ്പി വാസ് ഡീവാല്യൂഡ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് എക്സ്പോർട്സ്. ഇന്ത്യൻ റുപ്പി വാസ് ഡീവാല്യൂഡ് ഇൻ 3 stages. ഇതിൽ റുപ്പീൻ്റെ ഡീവാലുവേഷൻ ഉണ്ടായി, അതായത് റുപ്പീൻ്റെ മൂല്യം കുറച്ചു. എന്തിന്? ഇങ്ങോട്ടേക്ക് കുറച്ചുകൂടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനും നമ്മുടെ എക്സ്പോർട്ട് കൂട്ടാനും ഇങ്ങോട്ടേക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനും വേണ്ടിയിട്ട് റുപ്പീൻ്റെ വാല്യൂ കുറച്ചു. ഇന്ത്യൻ റുപ്പീൻ്റെ വാല്യൂ 3 സ്റ്റേജസിലായിട്ടാണ് കുറച്ചതെന്ന്, അല്ല 2 സ്റ്റേജസിലായിട്ടാണ് കുറച്ചത്. അപ്പോൾ ഇത് ഓപ്ഷൻ 2 തെറ്റാണ്, ഫസ്റ്റ് തെറ്റാണ്. അപ്പോൾ 1 അലോൺ ഇസ് കറക്റ്റാണ് ശരി. അതായത് ഇന്ത്യൻ റുപ്പീൻ്റെ വാല്യൂ 2 സ്റ്റേജസിലായിട്ടാണ് കുറച്ചത്. ടോട്ടൽ നമ്മുടെ ഇന്ത്യ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ 3 സന്ദർഭങ്ങളിലാണ് ഇന്ത്യയുടെ റുപ്പീൻ്റെ വാല്യൂ കുറച്ചിട്ടുള്ളത്. 4 വെട്ടമായിട്ട് കുറച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു എക്കണോമിക് റീഫോമിൽ തന്നെ 2 സ്റ്റേജിലായിട്ട് കുറച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അതോടെ കൂട്ടിയിട്ട് ടോട്ടൽ 4 വട്ടം കുറച്ചിട്ടുണ്ട്. 3 സന്ദർഭങ്ങളിൽ കുറച്ചു. അതായത് നമ്മുടെ ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ സമയത്ത് കുറച്ചു, എക്കണോമിക് റീഫോംസിൽ 2 വട്ടം കുറച്ചു. അങ്ങനെ ഒരു ടോട്ടൽ എടുത്തു കഴിയുമ്പോൾ 4 വട്ടമായിട്ടാണ് ഇന്ത്യൻ റുപ്പി കുറച്ചിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ടൈം നമ്മുടെ ഇന്ത്യൻ റുപ്പീൻ്റെ ഡിവാലുവേഷൻ നടന്നത് 1949 കേട്ടോ, ഫസ്റ്റ് ടൈം നടന്നു. പിന്നെ 66 നടന്നു. പിന്നെ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ടൈമിൽ, അതായത് 65 പാകിസ്ഥാൻ യുദ്ധം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് 66 നടന്നു ഡിവാലുവേഷൻ. അങ്ങനെ ടോട്ടൽ 4 ടൈംസ് 3 സന്ദർഭങ്ങളിലായിട്ട് നടന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ ചെയർമാൻ ഓഫ് GST കൗൺസിൽ. ഇത് അടുപ്പിച്ച് അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇന്നലെ എന്തോ ഒരു എക്സാം നടന്നല്ലോ, അതിലും ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു.
അപ്പോൾ GST കൗൺസിലിൻ്റെ ആർട്ടിക്കിളൊക്കെ പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അതായത് ഏതാണ് GST കൗൺസിലിൻ്റെ ആർട്ടിക്കിൾ? 279A ആണ്. അപ്പോൾ GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഗവർണർ ഓഫ് RBI, നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ഓപ്ഷൻ ഏതാണ്? നൺ ഓഫ് ദീസ് ആണ്. അതായത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ എന്ന് അറിയപ്പെടുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് കറക്റ്റ്? ഗ്രീൻ റെവല്യൂഷൻ ഇൻക്ലൂഡ്സ് യൂസ് ഓഫ് ഹൈ ഈൽഡ് വെറൈറ്റി ഓഫ് സീഡ്സ്, ഇംപ്രൂവ്ഡ് ഇറിഗേഷൻ, വെർട്ടിക്കൽ ഫാമിംഗ് എക്സെട്ര. അതെ, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നോർമൻ ബോർലോഗ് ഇസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ദ വേൾഡ്. അതും കറക്റ്റാണ്. നോർമൻ ബോർലോഗ് ഗ്രീൻ റെവല്യൂഷൻ്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നുണ്ട്. മെക്സിക്കോയിലാണ് ആദ്യമായിട്ട് ഗ്രീൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. 1960 സ്റ്റാർട്ടാക്കിയത്. 1970 നോർമൻ ബോർലോഗിന് നോബൽ പീസ് പ്രൈസ് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതിൽ രണ്ടും ഓപ്ഷൻ 1ഉം 2ഉം കറക്റ്റാണ്. അത് കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ നബാർഡ്. ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1980. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1982 ജൂലൈ 12 നബാർഡ് വന്നത്. ഫങ്ഷൻസ് ആസ് സൂപ്പർവൈസർ ഓഫ് RRB തെറ്റാണ്. നബാർഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമവികസനം, കാർഷിക ഉൽപ്പാദനം, ഇതിനൊക്കെ വേണ്ടിയിട്ട് വന്നൊരു ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓപ്ഷൻ 1 എലോൺ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ദ സ്കീം മിഷൻ ശക്തി കംസ് അണ്ടർ വിച്ച് മിനിസ്ട്രി ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? ദ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ്. അതായത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവന്ന ഒരു മിഷനാണ് മിഷൻ ശക്തി. അത് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, liberty of thought expression, belief, faith and worship, to abide by the constitution and respect its ideals and institutions, to promote equality of status, opportunity to all. ഇതിൽ ഏതാണ് ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ഓപ്ഷൻ A ആണ് കേട്ടോ. ഓപ്ഷൻ A ആണ് ഇല്ലാത്തത്. അതായത് നീതികളെ പറ്റി അല്ല, ഓപ്ഷൻ A അല്ല, നീതികളെ പറ്റി പറയുന്നുണ്ട്. അതായത് നമ്മുടെ ആമുഖത്തിൽ 3 ടൈപ്പ് നീതിനെ പറ്റിയാണ് പറയുന്നത്. സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. അതുകൊണ്ട് ഓപ്ഷൻ A ശരിയാണ്. നീതി എന്ന് പറയുമ്പോൾ ഈ 3 നീതികളെ പറ്റി പറയുന്നുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ലിബർട്ടി ഓഫ് തോട്ട്, അതായത് നമ്മുടെ സ്വാതന്ത്ര്യം. എത്ര തരം സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് ആമുഖത്തിൽ പറയുന്നതെന്ന് ചോദിച്ചാൽ 5 തരം സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നുണ്ട്. അതാണ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. പിന്നെ ടു പ്രൊമോട്ട് ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, അതായത് നമ്മുടെ സമത്വം. എത്ര തരം സമത്വത്തെ പറ്റിയാണ് ആമുഖത്തിൽ പറയുന്നത് ചോദിച്ചാൽ 2 തരം സമത്വത്തെ പറ്റിയിട്ടാണ്. അവസര സമത്വവും പദവിയിലെ സമത്വം. അപ്പോൾ ഓപ്ഷൻ D ശരിയാണ്. ഇതിൽ പറയാത്തത് ടു അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഇറ്റ്സ് ഐഡിയൽസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതെവിടെയാണ് വരുന്നത്? നമ്മുടെ മൗലിക കർത്തവ്യങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നതാണ് ഈ 3rd സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കി A, B, D എന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ നമ്മുടെ ആമുഖം എന്താണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയമാണ് ആമുഖമായിട്ട് മാറിയത്. അതിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയത്തിലും ഈ 3 നീതികളെ പറ്റി തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിൽ നമ്മുടെ സമത്വം ഉണ്ടല്ലോ, സമത്വം 2 ടൈപ്പ് സമത്വം അല്ല, 3 ടൈപ്പ് സമത്വങ്ങളെ പറ്റിയിട്ടാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നത്. അതിലിപ്പോൾ ഏതാണ് എക്സ്ട്രാ വന്നിട്ടുള്ള സമത്വം എന്ന് പറയുന്നത്? നിയമനിർമ്മാണത്തിലുള്ള സമത്വം. അങ്ങനെ ഒരു എക്സ്ട്രാ സമത്വം കൂടി ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നുണ്ട്. ഒരു മിനിറ്റ് നോക്കിയിട്ട് പറയാം. ഇതിൽ 3 ടൈപ്പ് നീതികളെ പറ്റി പറയുന്നുണ്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയത്തിലും. അതേപോലെ തന്നെ ഏറ്റവും 3 ടൈപ്പ് നീതികളുണ്ട്. അതുപോലെ 3 ടൈപ്പ് സമത്വങ്ങളെ പറ്റി പറയുന്നുണ്ട്. അവസര സമത്വം, നിയമത്തിന് മുന്നിലുള്ള സമത്വവും പദവിയിലെ സമത്വം. ആമുഖത്തിലുള്ള അവസര സമത്വം, പദവിയിലെ സമത്വം ഉണ്ട്. അതുകൂടാതെ നിയമത്തിന് മുന്നിലുള്ള സമത്വം കൂടി ലക്ഷ്യപ്രമേയത്തിൽ പരാമർശിക്കുന്നുണ്ട്. പിന്നെ ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നത് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണെന്നാണ് പറയുന്നത്. നമ്മുടെ ആമുഖത്തിൽ നമുക്കറിയാം പരമാധികാര, സോഷ്യലിസം, മതേതരത്വം. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സ്ഥിതി സമത്വമാണ്. അപ്പോൾ പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ആമുഖത്തിൽ പറയുന്നത്. പക്ഷേ ലക്ഷ്യപ്രമേയത്തിൽ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങളിൽ സ്വയംഭരണ യൂണിറ്റുകളാകണമെന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നുണ്ട്. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. ആർക്ക്? നമ്മുടെ ഈ ഇന്ത്യൻ പ്രവിശ്യകൾക്ക് സ്വയംഭരണ യൂണിറ്റുകളാക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമല്ലാത്ത അധികാരങ്ങളുണ്ടാവും, അത് ഇവർക്ക് നൽകപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള ലക്ഷ്യപ്രമേയത്തിൻ്റെ ആമുഖത്തിൻ്റെ ഡിഫറൻസ് ഒക്കെ പഠിച്ചു വെക്കണം. അത് പുതിയ എഡിഷൻ, നമ്മുടെ പുതിയ സോഷ്യൽ സയൻസിൻ്റെ എഡിഷൻ വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് ഇവർ തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കാം. The writ of prohibition is an order issued by the Supreme Court or High Court to dash the lower court prohibiting the continuation of proceedings in a case
government officer prohibiting him from taking a particular action, an individual prohibiting him from a particular action, none of this. ഏതാണ് ലോവർ കോർട്ടിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന പ്രൊഹിബിഷൻ തടയൽ റിട്ടാണ്. അപ്പം ലോവർ കോർട്ടിനെ തടയുന്ന ഒരു റിട്ടാണ്. അവരുടെ ആ ഒരു പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ അവർക്ക് അർഹതയില്ലാത്തൊരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ നിന്നും തടയുന്ന ഒരു റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഇനി which of the following tasks are not performed by the Election Commission of India? Preparing the electoral rolls, nominating the candidate, setting a polling booth, supervising the panchayat elections. ഇതിൽ ഏതാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഫങ്ഷൻസിൽ വരാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിലില്ലാത്തത് നോമിനേറ്റിംഗ് ദ കാൻഡിഡേറ്റ്, സെക്കൻഡ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും, സെക്കൻഡും ഫോർത്തുമാണ് ഇതിലില്ലാത്തതായിട്ട് വരുന്നത്. കാൻഡിഡേറ്റിനെ നോമിനേറ്റ് ചെയ്യുന്ന ജനങ്ങളാണ്. പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻസ് സൂപ്പർവൈസ് ചെയ്യുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ട്രൽ റോൾസ് പ്രിപ്പയർ ചെയ്യുന്നത്, പോളിംഗ് ബൂത്തൊക്കെ സെറ്റപ്പ് ചെയ്യുന്നത് ആര് തന്നെയാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ ദ GST വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ടൈപ്പ് ഓഫ് ടാക്സ് ലെവി? GSTയുടെ അണ്ടറിലില്ലാത്തത് FGST ആണ് കേട്ടോ. CGST, IGST, SGST ഒക്കെ ഉണ്ട്. ദ ഒഫീഷ്യൽ ലീഗൽ അഡ്വൈസർ ടു സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് അഡ്വക്കേറ്റ് ജനറലാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ലീഗൽ അഡ്വൈസർ ആയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ലീഗൽ അഡ്വൈസർ ആണെങ്കിൽ അത് അറ്റോർണി ജനറലാണ്. ഇനി അഡ്വക്കേറ്റ് ജനറലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 165ഉം അറ്റോർണി ജനറലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 78ഉമാണ്. ഇതിൽ അറ്റോർണി ജനറലിനും അഡ്വക്കേറ്റ് ജനറലിനും കാലാവധി ഒന്നും തന്നെ നമ്മുടെ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല എന്നുകൂടി ഓർത്തിരിക്കാം. ഇനി which is not a part of Article 19 of the Constitution of India? Article 19 എന്ന് പറയുന്നത് മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ അതിൽ വരാത്തത് ഏതാണ്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, റൈറ്റ് ടു പ്രൊട്ടക്ട് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, റൈറ്റ് ടു ഫോം അസോസിയേഷൻസ് ആൻഡ് യൂണിയൻസ്, റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇതിൽ റൈറ്റ് ടു പ്രൊട്ടക്ട് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി വരത്തില്ല. അത് ആർട്ടിക്കിൾ 21ലാണ്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, അത് ആർട്ടിക്കിൾ 21 വരുന്നതാണ്. അല്ലാതെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം 19(1) വരുന്നതാണ്. ഇനി അസോസിയേഷനുകളും യൂണിയനുകളും സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശമാണെങ്കിൽ അത് സിയിൽ വരുന്നതാണ്, 19(c). സമാധാനപരമായി സംഘടിക്കാനുള്ള അവകാശമാണ് 19(b) വരും. ഇനി റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണെങ്കിൽ അത് 19(1) വരുന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫോൾസ് അണ്ടർ വിച്ച് ഇന്ത്യൻ മിനിസ്ട്രി? നമ്മുടെ ദുരന്ത നിവാരണ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നതെന്ന്? മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാം ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ആഭ്യന്തര വകുപ്പിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഹോം അഫയേഴ്സ് മിനിസ്റ്ററാണ് ആര്? അമിത്ഷാ ആണ് ഹോം അഫയേഴ്സ്, ആഭ്യന്തര കാര്യ മന്ത്രി എന്ന് പറയുന്നത് അമിത്ഷാ ആണ്. അതുപോലെ കോപ്പറേറ്റീവ് അഫയേഴ്സ് അല്ല, കോപ്പറേഷൻ, സഹകരണം കേട്ടോ. ഹോം അഫയേഴ്സും കോപ്പറേഷൻ, സഹകരണവും അമിത്ഷാൻ്റെ കയ്യിലാണ്. കോപ്പറേറ്റീവ് അഫയേഴ്സും പിന്നെ നമ്മുടെ ധനകാര്യം ആരുടെ കയ്യിലെന്ന് ചോദിച്ചാൽ നിർമ്മല സീതാരാമനാണ്. ഇനി ഹൂ ഈസ് എ വൈസ് ചെയർപേഴ്സൺ ഓഫ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് 2024? വൈസ് ചെയർപേഴ്സൺ ചോദിച്ചാൽ അത് VK രാമചന്ദ്രൻ കേട്ടോ. VK രാമചന്ദ്രനാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർപേഴ്സൺ. അപ്പോൾ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് നിലവിൽ വന്ന വർഷം ചോദിച്ചാലോ അത് 1967 കേട്ടോ. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് നിലവിൽ വന്നത് 1967. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2011 ഈസ് കൺസേൺഡ് വിത്ത് ഡാഷ്? ഓർഗനൈസേഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ലിവിംഗ് വേജസ് ഫോർ വർക്കേഴ്സ്, ഫ്രീ ആൻഡ് കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ, ലീഗൽ എയ്ഡ് ടു പുവർ. ഇതിലേതാണ്? ഓർഗനൈസേഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട അമെൻമെൻ്റ് ആണ് 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 2011. ഇത് പ്രകാരമാണ് 43B എന്ന ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കപ്പെട്ടതും കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് വേണ്ടിയിട്ടൊരു 43 ഒരു ആർട്ടിക്കിൾ വന്നതും ഇത് പ്രകാരമാണ്. ഇനി ഫ്രീ ആൻഡ് കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അമെൻമെൻറ്റ് 2002 86th അമെൻമെൻ്റ് ആണ്. അത് 93th കോൺസ്റ്റിറ്റ്യൂഷൻ ബില്ലും ആണെന്ന് ഓർത്തിരിക്കുക. ഇനി എക്കണോമിക് ജസ്റ്റിസ് ഇസ് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ പ്രൊവൈഡഡ് ഇൻ ഡാഷ്? പ്രൊവൈഡഡ് ഇൻ ദി ഡാഷ്. അതായത് എക്കണോമിക് ജസ്റ്റിസ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ കാര്യമല്ല, നീതികളെ പറ്റി 3 തരം നീതികളെ പറ്റി ആമുഖത്തിൽ പറയുന്നുണ്ടെന്ന്. അതിൽ സാമ്പത്തിക നീതിനെ പറ്റിയിട്ട് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ഭാഗത്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിയാമ്പിൾ ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്,
പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. പ്രിയാമ്പിൾ ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇതിൽ പ്രിയാമ്പിൾ ഇല്ലാത്ത എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാം, കാരണം പ്രിയാമ്പിളിൽ എന്തായാലും ഇതിനെപ്പറ്റി പറയുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇനി സാമ്പത്തിക നീതിനെ പറ്റി പറയുന്ന വേറെ കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ ഭാഗം ഏതാണെന്ന് നോക്കണം. ഓക്കെ, ഇതൊരു ഡൗട്ട് വന്നിട്ട് ഗൂഗിൾ തപ്പിയതാണ്. അപ്പോൾ ജസ്റ്റ് ഇതേ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ തന്നെ 2015 കർണാടക പോലീസ് കോൺസ്റ്റബിൾ ഒഫീഷ്യൽ പേപ്പറിൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഏതാണ്? പ്രിയാമ്പിൾ ആൻഡ് DPSP ആണ് കേട്ടോ. പ്രിയാമ്പിളിലും DPSPയിലാണ്, നമ്മുടെ നിർദ്ദേശ തത്വങ്ങളിലും ആമുഖത്തിലുമാണ് എക്കണോമിക് ജസ്റ്റിസിനെ പറ്റി പരാമർശിച്ചിട്ടുള്ളത്. അതായത് ഏത് ആർട്ടിക്കിളാണ്, നമ്മുടെ DPSPയിൽ ഏത് ആർട്ടിക്കിളാണെന്ന് ചോദിച്ചാൽ 38ാമത് ആർട്ടിക്കിളാണ് കേട്ടോ. അതായത് ഒരു സാമൂഹിക ക്രമത്തിനായിട്ട്, സാമൂഹിക ക്രമം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 3 ടൈപ്പ് നീതികൾ സംരക്ഷിക്കാനായിട്ട് ആൾക്കാരുടെ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 38 ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 38ലും പറയുന്നുണ്ട്, പിന്നെ നമ്മുടെ ആമുഖത്തിലും ഈ എക്കണോമിക്കും അതുപോലെ 3 ടൈപ്പ് നീതികളെ പറ്റിയിട്ട് ഈ രണ്ടിടത്തും പറയുന്നുണ്ട് കേട്ടോ. 38ലാണ് ദ സ്റ്റേറ്റ് ഷാൾ സ്ട്രൈവ് ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യ ബൈ സെക്യൂറിങ് ആൻഡ് പ്രൊട്ടക്ടിങ് ദെയർ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ 3 ജസ്റ്റിസ് നീതികളെ പറ്റി പറയുന്നത് നമ്മുടെ DPSPയിലും പറയുന്നുണ്ട്, അതേപോലെ ആമുഖത്തിലും പറയുന്നുണ്ട്. Who inaugurated the first generation പഞ്ചായത്ത് in Rajasthan on October 2, 1959? 1959 ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സ്ഥാപിതമായത് രാജസ്ഥാനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ടൈമിൽ ഇത് ആരാണ് ഇനോഗ്രേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോഴത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആണത് ഫസ്റ്റ് നാഗൂർ ജില്ലയിലാണ് ഉദ്ഘാടനം ചെയ്തത്. അടുത്തത്, വാട്ട് ഈസ് ദി ഡ്യൂറേഷൻ ഓഫ് പ്രസിഡൻറ്റ്സ് റൂൾ ഇൻ എ സ്റ്റേറ്റ് വെൻ ദെയർ ഈസ് എ ബ്രേക്ക് ഡൗൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മിഷനറി? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മിഷനറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ പ്രസിഡൻറ്റ്സ് റൂൾ നമ്മൾ സംസ്ഥാനത്ത് എന്താ പറയുക പ്രൊക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷൻ എത്ര മന്ത് അല്ലെങ്കിൽ എത്ര വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ ബി ആണ്. അതായത് 6 മാസം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം അവിടെ നമുക്ക് ഒരു പ്രസിഡൻറ്റ്സ് റൂൾ പ്രൊക്ലെയിം ചെയ്യാൻ പറ്റും. എന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ട് പാർലമെൻറ്റ് വീണ്ടും ഇതിനെ പുതുക്കണം. അങ്ങനെ ഒരു മാക്സിമം 3 വർഷം വരെ ഇത് നീണ്ടു പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ 6 മാസം കൂടുമ്പോൾ 3 വർഷത്തേക്ക് പാർലമെൻറ്റ് ഇത് പുതുക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് സ്റ്റേറ്റ് എമർജൻസി, സ്റ്റേറ്റിൽ നമ്മൾ പ്രസിഡൻറ്റ്സ് റൂൾ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റിൽ പ്രസിഡൻറ്റ്സ് റൂൾ വരുന്നത്. അടുത്തത്, നമ്മുടെ നാഷണൽ എമർജൻസി പ്രൊക്ലമേഷന് സമയത്ത്, അതായത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പം അതും ഇതുപോലെ തന്നെയാണ്. 6 മാസം കൂടുമ്പോൾ പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി ഇത് വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ എത്ര വർഷം വേണമെങ്കിലും ഇത് നീണ്ടു പോകാമെന്നാണ് പറയുന്നത്. അതിന് ഒരു 3 വർഷ കാലാവധി അങ്ങനെയൊന്നുമില്ല, എത്ര വർഷം വേണമെങ്കിലും നീണ്ടു പോകുന്നതാണ് നമ്മുടെ നാഷണൽ എമർജൻസി എന്ന് പറയുന്നത്. അതുപോലെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷത്തോടെ വേണം പാസ്സാക്കാൻ. നമ്മുടെ സംസ്ഥാന അടിയന്തരാവസ്ഥയും അതുപോലെ തന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥയും കേവല ഭൂരിപക്ഷത്തിൽ മാത്രം പാസ്സാക്കിയാൽ മതി. ഇതിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഇതുവരെ നമ്മുടെ ഇന്ത്യയിൽ പാസ്സാക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഒരു അടിയന്തരാവസ്ഥ ചോദിച്ചത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥയും നമുക്ക് എന്ത് ചെയ്യാം, എത്ര വർഷം വേണമെങ്കിലും നീണ്ടു പോകാവുന്ന ഒന്നാണ്. അതിനെന്തില്ല, ഒരു 6 മാസം കൂടുമ്പോൾ പാർലമെൻറ്റ് അംഗീകാരം വേണമെന്ന് പോലും ഇല്ല ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ നീട്ടിക്കൊണ്ടു പോകാൻ. അതുപോലെ എത്ര വർഷം വേണമെങ്കിലും നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണ് ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. ഇനി സ്റ്റേറ്റ് അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 356 ആണ്. നമ്മുടെ ദേശീയ അടിയന്തരാവസ്ഥ ആണെങ്കിൽ 352ഉം സാമ്പത്തിക അടിയന്തരാവസ്ഥ ആണെങ്കിൽ 360ഉമാണ്. ഇത് കൂടാതെ 355ഉം 365ഉം ഇത് രണ്ടും നമ്മുടെ സ്റ്റേറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രസിഡൻസ് റൂളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അടിയന്തരാവസ്ഥ തന്നെയാണ് 355ഉം 365ഉം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ നമ്മുടെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ എത്ര മാസത്തിനുള്ളിൽ പാർലമെൻറ്റ് അംഗീകാരം വേണം എന്ന് ചോദിച്ചാൽ 1 മാസത്തിനുള്ളിൽ പാർലമെൻറ്റ് അംഗീകരിക്കണം. അങ്ങനെ ഒരു നിബന്ധന കൊണ്ടുവന്ന അമെൻമെൻറ്റ് ചോദിച്ചാൽ 42ാം ഭേദഗതിയിലൂടെയാണ് അങ്ങനെ ഒരു നിബന്ധന കൊണ്ടുവന്നത്. ഇനി നമ്മുടെ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിലും സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിലും 2 മാസത്തിനുള്ളിൽ പാർലമെൻറ്റിന് അംഗീകാരം മതി. പിന്നെ which of the following statements are correct about the Constitution of India? Powers of the municipalities are given in Part 12 of the Constitution. Provision related to the amendment of Constitution are given in Part given in Part 20 അല്ലേ. പ്രൊവിഷൻ റിലേറ്റഡ് ടു അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടത് Part 20 of the Constitution. Emergency provisions are given in the Part 18 of the Constitution.
അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അതായത് നമ്മുടെ അമെൻമെൻറ്റ് അടിയന്തരാവസ്ഥ അല്ല, നമ്മുടെ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടാണ് 20. അത് ശരിയായിട്ടുള്ളതാണ്. ഭേദഗതി പാർട്ട് 20-ലാണ്. അതുപോലെ അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടത് പാർട്ട് 18-ആണ്. പാർട്ട് മീൻസ് ഭാഗം 18-ആണ്. ഇനി മുനിസിപ്പാലിറ്റികളുടെ പവറിനെ പറ്റി പറയുന്ന ഭാഗം ചോദിച്ചാൽ അത് 9A ആണ് കേട്ടോ. 9A-ലാണ് പറയുന്നത്. നമ്മുടെ ഷെഡ്യൂളാണ് 12. ഷെഡ്യൂൾ 12-ലും 9A-ലുമാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ 1 തെറ്റാണ്, 2, 3 ശരിയായിട്ടുള്ളത്. 1 and 2 ഓൺലി കറക്റ്റാണ്. പവേഴ്സ് ഓഫ് മുനിസിപ്പാലിറ്റി പറയുന്ന ഭാഗം 9A-യും പിന്നെ നമ്മുടെ പാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 12-ആണ്. പഞ്ചായത്ത് രാജിനെ പറ്റി പറയുന്ന പാർട്ട് 11-ഉം പഞ്ചായത്ത് രാജിനെ പറ്റി പറയുന്ന ഭാഗമാണെങ്കിൽ അത് 9A-യും ആണ്. അപ്പം പാർട്ട് 9-ൽ പഞ്ചായത്ത് രാജ്, 9A മുനിസിപ്പാലിറ്റി, 9B കോപ്പറേറ്റീവ്സ്, അങ്ങനെയാണ് കേട്ടോ. 9A വന്നത് നമ്മൾ പറഞ്ഞു 97 ഭേദഗതിയിലൂടെയാണ് 9A വന്നത്. 9B വന്നത്. 9A ആണെങ്കിൽ 74 ഭേദഗതിയിലൂടെയും 9 വന്നത് 73 ഭേദഗതിയിലൂടെയുമാണ്. അടുത്തത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരള എൻഷുവേഴ്സ് പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് to the needy of state. Which of the following schemes are provided for the empowerment of differently abled persons? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ PYQ-ലൊക്കെ കണ്ടിട്ടുള്ളതാണല്ലേ. അതായത് നമ്മുടെ സാമൂഹിക നീതി വകുപ്പിൻ്റെ കീഴിലുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സ്കീംസൊക്കെ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മന്ദഹാസം, അതിജീവനം, പരിരക്ഷ, കരുതൽ, മാതൃജ്യോതി, ഇതിലേതൊക്കെയാണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിന് വേണ്ടിയിട്ടുള്ള സ്കീമുകൾ? ഇതിൽ നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ളത് അതിജീവനം ഉണ്ട്. അതിജീവനം ഭിന്നശേഷിക്കാർക്കാണ്. പരിരക്ഷ ഭിന്നശേഷിക്കാർക്കാണ്. അതുപോലെ മാതൃജ്യോതി ഭിന്നശേഷിയാണ്. അതായത് 2, 3, 5 ആണ് ഓപ്ഷനിൽ വരുന്നത്. മന്ദാസ് നമുക്കറിയാം 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള കൃത്രിമ ദന്തം വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്. BPL ആയിട്ടുള്ള വയോജനങ്ങൾക്ക് മാത്രമുള്ള പദ്ധതിയാണ് മന്ദഹാസം എന്നുള്ളത്. ഇനി അതിജീവനം എന്ന് ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിജീവനം അവർക്ക് തൊഴിൽ നൈപുണ്യത അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള അവർക്ക് ഒരു സ്കില്ല് കൊടുക്കുന്ന പദ്ധതിയാണ് ഈ അതിജീവനം എന്ന് ഉദ്ദേശിക്കുന്നത്. പരിരക്ഷയാണെങ്കിൽ അവരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ്. LIC വഴി നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് പരിരക്ഷ. ഇനി മാതൃജ്യോതി ആണെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള, ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് കുട്ടികളെ പരിചരിക്കാനും കുഞ്ഞിനെ പരിചരിക്കാനും അവർക്ക് വേണ്ടിയുള്ള ഒരു പോളിസിയാണ് മാതൃജ്യോതി. കരുതലാണെങ്കിൽ ഭിന്നലിംഗക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരളയുടെ കീഴിലുള്ളതാണ്. കരുതൽ ഭിന്നലിംഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. In June 5 is celebrated as World Environment Day. What was the theme and host country for World Environment Day 2024? ഖാദി എക്സാമിന് 2 വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണല്ലേ ഹോസ്റ്റ് കൺട്രി. അപ്പോൾ അതിൻ്റെ തീം എന്താണ്? ഹോസ്റ്റ് കൺട്രി 2024 ഏതാണ്? അതിൽ ഹോസ്റ്റ് കൺട്രി തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ D ആണ്. ലാൻഡ് റീസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ്. സൗദി അറേബ്യയാണ് പിന്നെ ഇതിൻ്റെ ഹോസ്റ്റ് കൺട്രി വരുന്നത്. ഭയങ്കര ചീവീടിൻ്റെ ശബ്ദം ഉണ്ടായിരിക്കും അല്ലേ വീഡിയോയിലും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. ഫോളോയിങ് ആർ ദ ഡീറ്റെയിൽസ് ഓഫ് എ റെയർ ബട്ട് ഡെഡ്ലി ബ്രെയിൻ ഇൻഫെക്ഷൻ റിപ്പോർട്ടഡ് റീസെൻ്റ്ലി ഇൻ നോർത്തേൺ കേരള. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റോങ്? The disease is known as amoebic meningoencephalitis caused by the pathogen Endamoeba histolytica caused by Naegleria fowleria. Usually fatal infection of the central nervous system, that is brain and the spinal cord. ഇതിൽ ഏതൊക്കെയാണ് റോങ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത്? only 2 കേട്ടോ. ഓപ്ഷൻ 2 മാത്രമാണ് റോങ് ആയിട്ടുള്ളത്. ഈ ഡിസീസാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇത് കോസ് ചെയ്യുന്നത് നൈഗ്ലേറിയ ഫൗലേറിയ എന്ന് പറയുന്ന പാത്തജനാണ്. പിന്നെ ഫേറ്റൽ ഡിസീസാണ്, കാരണം ഇങ്ങനൊരു ഒരു അമീബ് ഡിസീസാണ്. ഈ അമീബ നമ്മുടെ മൂക്കിലൂടെ, അതായത് കെട്ടിക്കിടക്കുന്ന കുളങ്ങളിലും വെള്ളത്തിലും ഒക്കെ നമ്മൾ കുളിക്കാൻ ഇറങ്ങുമ്പോൾ ശുചിത്വമില്ലെങ്കിൽ നമ്മുടെ മൂക്കിക്കൂടി ഈ അമീബ കയറി ബ്രെയിൻ വരെ എത്തി ബ്രെയിൻ കാർന്ന് തിന്നുന്ന രോഗമാണ് ഇത്. അത് 2-3 ദിവസം കഴിയുമ്പോഴത്തേനും നമുക്ക് ചെറിയൊരു തലവേദന സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ സഹിക്കാൻ വയ്യാത്ത വേദനയായി അവസാനം മരണം വരെ സംഭവിക്കുന്നത്. ഫൈറ്റൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഡെഡ്ലി ഡിസീസ് അല്ലെങ്കിൽ മരണത്തിലേക്ക് കൊണ്ടുപോകാവുന്ന ഒരു ഇൻഫെക്ഷനാണിത്. അപ്പോൾ ഇതിൽ 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഈ എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക അമീബ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗം തന്നെയാണ്, ഒരു പ്രോട്ടോസോവൻ ഡിസീസ് തന്നെയാണ്. പക്ഷേ ഈ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് നൈഗേറിയ ഫൗലേറിയ മൂലം ഉണ്ടാകുന്നതാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് റെസ്പിറേറ്ററി സിസ്റ്റം ഇൻ ഹ്യൂമൻ ഈസ് ആർ കറക്റ്റ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നോസ്ട്രിൽസ്, നേസൽ ചേംബർ, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കിയ ആൻഡ് ആൽവിയോളെ.
Pulmonary ventilation by atmospheric air is drawn in and oxygen-rich alveolar air is released out. It helps to keep a stable pH within the body and maintain respiratory acidosis and respiratory alkalosis. Inspiration occurs if the pressure within the lungs is greater than the atmospheric pressure. ഓക്കെ, ഇതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 1ഉം 3 ആണ് കേട്ടോ. ഓപ്ഷൻ 1ഉം 3 ആണ് ട്രൂ ആയിട്ടുള്ളത്. അതായത് നമ്മുടെ നോസ്ട്രിൽസും നേസൽ ചേംബർ, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കെ, ആൽവിയോളൊക്കെ ചുരുന്നതാണ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ പൾമിനറി വെന്റിലേഷൻ ബൈ അറ്റ്മോസ്ഫിയറിക് എയർ ഇസ് ഡ്രോൺ ഇൻ ആൻ ഓക്സിജൻ റിച്ച് ആൽവിയോളർ എയർ അല്ല നമ്മൾ റിലീസ് ചെയ്യുന്നതിൽ കമ്പാരിറ്റീവ്ലി എന്താണ് ഓക്സിജൻ കുറവാണ്. നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നതിൽ 21% ഓക്സിജൻ ഉണ്ട്, പുറത്തോട്ട് വിടുന്നതിൽ 14% ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ ഓക്സിജൻ ലെസ് ആയിട്ടുള്ള ആൽവിയോളർ എയർ ആണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ തെറ്റാണ്. ഇറ്റ് ഹെൽപ്സ് ടു കീപ്പ് സ്റ്റേബിൾ. അതുപോലെ റെസ്പിറേഷൻ നമുക്ക് ബോഡിയിൽ ഒരു pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇൻസ്പിറേഷൻ നടക്കുന്നത്, ഉച്ഛ്വാസം നടക്കുന്നത് നമ്മുടെ ലങ്സിനുള്ളിലെ പ്രഷർ കുറവായിരിക്കുമ്പോഴും അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും കുറവായിരിക്കും. അതായത് നമുക്കറിയാം ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്കാണ് കാറ്റ് വീശുന്നതെന്ന്. അതുപോലെ കാറ്റ് തന്നെയാണ് ശ്വാസം എന്ന് പറയുന്നത്. അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടിയിരിക്കുമ്പോൾ അവിടുന്ന് കാറ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ലോവർ ആയിട്ടുള്ള ലങ്സിലേക്ക് എടുക്കണം. അതാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നേരെ തിരിച്ചിട്ടാണ് 4th ഓപ്ഷൻ ആൻസർ വരേണ്ടത്. ഇനി which of the following combination is related to vitamin B complex is correct? Vitamin B1 thiamine beriberi, vitamin B2 riboflavin pellagra, vitamin B3 niacin anemia, vitamin B7 biotin dermatitis. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓക്കെ, ഇതിന് ആൻസർ വരുന്നത് B1 thiamine beriberi ശരിയാണ്. B2 riboflavin pellagra അല്ല, B3 niacin ആണ് pellagra. അപ്പം ഓപ്ഷൻ 2ഉം 3ഉം തെറ്റാണ്. പിന്നെ 4 B7 ബയോട്ടിൻ അറിയപ്പെടുന്നുണ്ട്, അത് ഡെർമറ്റൈറ്റിസിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ 1ഉം 4ഉം ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഇനി വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ഫോഴ്സ് ബലത്തിൻ്റെ യൂണിറ്റാണ് എന്ത്? ന്യൂട്ടൺ ആണ്. പാസ്കൽ പ്രഷറിൻ്റെ യൂണിറ്റാണ്. ജൂള് നമ്മുടെ എനർജി വർക്കിൻ്റെ ഒക്കെ യൂണിറ്റാണ്. വാട്ട് ആണെങ്കിൽ പവറിൻ്റെ യൂണിറ്റാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത്? എർത്തിൻ്റെ സർഫസിൽ എസ്കേപ്പ് വെലോസിറ്റിൻ്റെ വാല്യൂ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. 11.2 km/s ആണ് കേട്ടോ. 11.2 km/s ആണ് എസ്കേപ്പ് വെലോസിറ്റിൻ്റെ വാല്യൂ. ഇനി വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ലാൻഡർ യൂസ്ഡ് ഇൻ ചന്ദ്രയാൻ 3? ചന്ദ്രയാൻ 3ൽ ഉപയോഗിച്ച ലാൻഡറിൻ്റെ പേരാണ് എന്ത്? വിക്രം. പ്രഗ്യാൻ എന്നുള്ളത് അതിൻ്റെ റോവറാണ്. അതിൻ്റെ വെഹിക്കിളാണ് LVM-3M4 എന്ന് പറയുന്നതിൻ്റെ വെഹിക്കിൾ നെയിമാണ്. ഇനി വിച്ച് ടൈപ്പ് ഓഫ് മിറർ ഈസ് കോമൺലി യൂസ്ഡ് ടു മേക്ക് ദി റെയർ വ്യൂ മിറേഴ്സ് ഓഫ് വെഹിക്കിൾ? അത് കോൺവെക്സ് മിററാണ്. കാരണം കോൺവെക്സ് മിററിൽ ചെറിയ സൈസിലുള്ള ഇമേജസ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അതുകൊണ്ടല്ല നമ്മൾ യൂസ് ചെയ്യുന്ന മിററായിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ആംഗിൾ ഓഫ് കവറേജ് കുറച്ചുകൂടെ കൂടുതലാണ് കോൺവെക്സ് മിറർ. അതുകൊണ്ടാണ് മെയിൻലി നമ്മൾ റെയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി വിച്ച് അലോയ് സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനൻറ്റ് മാഗ്നറ്റ്സ്? പെർമനൻ്റ് മാഗ്നറ്റ്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് അലോയ് സ്റ്റീലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ലോഹ സങ്കരമാണ് പെർമനൻറ്റ് മാഗ്നറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ചോദിച്ചത് അൽനിക്കോ ആണ് കേട്ടോ. അൽനിക്കോ അലോയ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. അടുത്ത ജർമ്മനി in 2022 launched the world's first fleet of hydrogen powered passenger trains replace diesel trains on non-electrified tracks. Which technology do these new trains primarily utilize? അത് ഹൈഡ്രജൻ ടാങ്ക്സ് ആൻഡ് ഫ്യൂൾ സെൽസ് ആണ് കേട്ടോ. അതിനാണ് ഹൈഡ്രജൻ പവേർഡ് പാസഞ്ചർ ട്രെയിൻ ഉപയോഗിച്ച് ഏത് രാജ്യമാണെന്ന് സിയിൽ ചോദിക്കാം. ജർമ്മനിയാണ്. അവർ യൂസ് ചെയ്തേക്കുന്ന ഹൈഡ്രജൻ ടാങ്ക്സും ഫ്യൂൾ സെൽസും ആണ്. വിച്ച് ഗ്രൂപ്പ് ഈസ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഇസ് കളക്റ്റീവ്ലി കോൾഡ് ചാൽക്കോജൻസ്? ഇതും PYQ തന്നെയാണ്. അധികം ആയിട്ടില്ല. 2024 ചോദിച്ച PYQ തന്നെയാണ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2024-23 PYQs അനാലിസിസ് ചെയ്ത് തന്നെ നോക്കാം. അപ്പോൾ ഇതിൽ പീരിയോഡിക് ടേബിളിൽ ചാൽക്കോജൻസ് എന്ന് അറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രൂപ്പ് 16 ആണ്. നമ്മുടെ ഓക്സിജൻ ഫാമിലി, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂരിയം, പൊളോണിയം ഇത്രയും വരുന്ന ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 16. ചാൽക്കോജൻസ് എന്നറിയപ്പെടുന്നുണ്ട്. ഇനി നെയിം ദ ആൽക്കലോയിഡ് വിച്ച് ഹാസ് അനാൽജസിക് ആക്ടിവിറ്റി. അനാൽജസിക് ആക്ടിവിറ്റി ഉള്ള ആൽക്കലോയിഡ് ഏതാണെന്ന്? ക്യുനൈൻ, മോർഫിൻ, റെസ്പെറൈൻ, എർഗോട്ടമൈൻ.
ഇതിൽ ഏതാണ് അനാൽജസിക് ആക്ടിവിറ്റി ഉള്ളതെന്ന് ചോദിച്ചാൽ അത് മോർഫിനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ മോർഫിൻ, അതായത് വേദന സമഹാരിനെയാണ് നമ്മൾ അനാൽജസിക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേദന സമഹാരിയായിട്ട് ഇതിൽ ആക്ട് ചെയ്യുന്ന ആൽക്കലോയിഡ് ചോദിച്ചാൽ അത് മോർഫിനാണ്. ആൽക്കലോയിഡും പണ്ട് PYQൽ ചോദിച്ചിട്ടുണ്ട്. ആൽക്കലോയിഡിൽ ഉള്ള മെറ്റൽ ഏതാണ്, മെറ്റൽ ആൽക്കലോയിഡിലുള്ള എലമെൻറ്റ് ഏതാണ്, മൂലകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിലെന്തായാലും നൈട്രജൻ ഉണ്ടായിരിക്കണം. ഒരു നൈട്രജൻ എങ്കിലും ഉള്ള ഒരു കോമ്പൗണ്ടിനാണ് നമ്മൾ ആൽക്കലോയിഡ് എന്ന് വിളിക്കുന്നത്. അതൊരു അസിഡിക് നേച്ചറാണ്, ക്ഷാരഗുണമുള്ളതാണ് ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത്. ബേസിക് സ്ട്രക്ചറാണ് ആൽക്കലോയിഡ്, ക്ഷാരഗുണമുള്ളതാണ്. ഒരു നൈട്രജൻ എങ്കിലും അതിലുണ്ടായിരിക്കണം. ഈ ക്വിനൈൻ, റെസ്പറൈൻ, എർഗോട്ടമൈൻ, മോർഫിൻ ഇതെല്ലാം ആൽക്കലോയിഡ് തന്നെയാണ്. അതിൽ ആദ്യമായിട്ട് വേർതിരിച്ചെടുത്ത ആൽക്കലോയിഡ് ചോദിച്ചാൽ അത് മോർഫിൻ തന്നെയാണ്. ഹൂ റോട്ട് കഥകളി വിജ്ഞാനകോശം, എൻസൈക്ലോപീഡിയ ഓഫ് കഥകളി, ഇത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. SK നായർ, KPS മേനോൻ, കലാമണ്ഡലം ഗോപി, ഐമനം കൃഷ്ണ കൈമൾ. ഇതിന് ആൻസർ ഐമനം കൃഷ്ണ കൈമളാണ്. കഥകളി വിജ്ഞാനകോശം എഴുതിയത് ഐമനം കൃഷ്ണ കൈമളും. എന്നാൽ ഓർമ്മകളിലെ പച്ചകൾ ആരുടെയെന്ന് ചോദിച്ചാൽ അത് കലാമണ്ഡലം ഗോപീൻ്റെ ആണ് കേട്ടോ. ഓർമ്മകളിലെ പച്ചകൾ ആരുടെയാണ്? ഓർമ്മയിലെ പച്ചകൾ കലാമണ്ഡലം ഗോപിയാണ്. കഥകളി വിജ്ഞാനകോശം ഐമനം കൃഷ്ണ കൈമളുമാണ്. വിച്ച് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കേരള ഈസ് അസോസിയേറ്റഡ് വിത്ത് ജേർണൽ കേളി? കേളി എന്ന് പറയുന്നത് ഏതിൻ്റെ മുഖപത്രമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി, കേരള കലാമണ്ഡലം, കേരള സംഗീത നാടക അക്കാദമി, കേരള ഫോക്ലോർ അക്കാദമി. ഇതിൽ കേളി ഏതിൻ്റെ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി കേരള സംഗീത നാടക അക്കാദമിയുടെ ആണ് ജേർണൽ കേളി എന്ന് പറയുന്നത്. പിന്നെ കേരള ഫോക്ലോർ അക്കാദമിയുടെ ആണെങ്കിൽ ഇത് പൊലിയാണ്, പൊലി. വിച്ച് ഫിലിം ഫ്രം ഇന്ത്യ വൺ ദി ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് ഇൻ ക്യാൻസ് ഫിലിം ഫെസ്റ്റിവൽ 2024 ഗ്രാൻഡ് പ്രിക്സ് കിട്ടിയത് ഓൾ വി ഇമാജിനസ് ലൈറ്റ് ആണ്. സംവിധായക പായൽ കപാടിയാണ്. ദിവ്യപ്രഭയും കനിക്കുസൃതിയുമാണ് അതിൽ അഭിനയിച്ച മലയാളികളായിട്ടുള്ള വനിതകൾ. അടുത്ത വിച്ച് ഗെയിം ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ടേം കാസ്ലിംഗ്? കാസ്ലിംഗ് എന്ന ടേമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാസ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ് കേട്ടോ. കാസ്ലിംഗ്, ഡെഡ് ലോക്ക് ഇതൊക്കെ ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ കിങ്ങും ക്യൂനും റൂക്കും ഒക്കെ ഉള്ളത് ചെസ്സിലല്ലേ. അപ്പോൾ കാസിൽ, അവർ താമസിക്കുന്ന കാസിൽ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. കാസ്ലിംഗ് എന്നുള്ളത് ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ അടുത്ത വിച്ച് നോവൽ ഓഫ് സേതു ഈസ് അസോസിയേറ്റഡ് വിത്ത് എ വെൽ നോൺ ക്യാരക്ടർ ദേവി? ദേവി എന്ന് പറഞ്ഞ വെൽ നോൺ ക്യാരക്ടർ സേതുവിൻ്റെ ഏത് നോവലുള്ളതാണ്? മറുപിറവി, പാണ്ഡവപുരം, കൈമുദ്രകൾ, ആലിയ. ഇതിലേതാണ് ദേവി? ഓപ്ഷൻ ബി പാണ്ഡവപുരത്തിലെ ക്യാരക്ടറാണ് ദേവി എന്നുള്ളത്. പാണ്ഡവപുരത്തിനാണ് നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരം സേതുവിന് കിട്ടിയപ്പം അവർ പരാമർശിച്ച നോവൽ, സേതുവിൻ്റെ ഏത് നോവലാണ് പരാമർശിച്ചെന്ന് വെച്ചാൽ പാണ്ഡവപുരമായിരുന്നു. പാണ്ഡവപുരത്തിലെ ക്യാരക്ടറാണ് ദേവി കേട്ടോ. സേതുവിൻ്റെ പാണ്ഡവപുരം എന്ന നോവലിലെ ക്യാരക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ദേവിയാണ്. ഓക്കെ, ഇനി മാത്സ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഇംഗ്ലീഷ് നോക്കാം. ഈസ് കൊച്ചി ഡാഷ് ദാൻ ട്രിവാൻഡ്രം? ഈസ് കൊച്ചി ഡാഷ് ദാൻ ട്രിവാൻഡ്രത്തിൽ ദാൻ വന്നേക്കുന്നതുകൊണ്ട് നമ്മൾ കമ്പാരിറ്റീവ് യൂസ് ചെയ്യുക. ഇതിൽ ഏതാ വരിക? മോർ ബിസിയർ, മോസ്റ്റ് ബിസിയർ, മോർ ബിസി, മോസ്റ്റ് ബിസി. ശരിക്കും ഇതിൽ മോർ ബിസിയർ എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അതായത് രണ്ട് കമ്പാരിറ്റീവ് ഒരുമിച്ച് വരാൻ പാടില്ല. ഇതിൽ മോർ ബിസി ആണ് വരുന്നത് കേട്ടോ. BC, മോർ ബിസി എന്നാണ് വരുന്നത്. ഈസ് കൊച്ചി മോർ ബിസി ദാൻ ട്രിവാൻഡ്രം ആണ് ആൻസർ വരുന്നത്. ഷീ എൻജോയ്സ് സ്വിമ്മിങ് ഡാഷ് ആൻഡ് ഡാഷ്. ഷീ എൻജോയ്സ് സ്വിമ്മിങ് ആൻഡ് റണ്ണിങ് എന്നാണ്. അതായത് ആൻഡ് എന്നുള്ള ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ആൻഡ് എന്നൊരു വാക്കുള്ളതുകൊണ്ട് തന്നെ പാരലലിസം എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ആൻഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒരേപോലെ ടെൻസും ഒരേപോലത്തെ ഫോമാറ്റും വേണം. ആൻഡ് കണക്ട് ചെയ്യുന്നത് രണ്ടും ഒരേപോലത്തെ സംഭവത്തിനായിരിക്കണം. അപ്പോൾ ഹി എൻജോയ്സ് വാട്ട്? സ്വിമ്മിങ്. സ്വിമ്മിങ് എന്ന് പറയുന്നത് ഒരു ജെറൻ്റാണ്. അപ്പോൾ ആൻഡ് കഴിഞ്ഞ് വരുന്നത് ഒരു ജെറൻ്റ് ആയിരിക്കണം. അതുകൊണ്ട് റണ്ണിങ് ഉപയോഗിച്ചു. ഹാഡ് ഐ നോൺ ഐ ഡാഷ് ഇറ്റ് ഡിഫറെൻ്റ്ലി. ഹാഡ് ഐ നോൺ എന്ന് വെച്ചാൽ അത് ഉദ്ദേശിക്കുന്നത് ഇഫ് ഐ ഹാഡ് നോൺ എന്നാണ്. അപ്പോൾ ഹാഡ് ഐ നോൺ ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ് ഡിഫറെൻ്റ്ലി എന്നാണ് ആൻസർ വരുന്നത്. ഷീ ഈസ് സോ റിച്ച് ഷീ സ്റ്റേഡ് ഇൻ എ ഡാഷ് ഓഫ് റൂംസ് ഇൻ ദ ഹോട്ടൽ. ഷീ ഈസ് സോ റിച്ച് ഷീ സ്റ്റേഡ് ഇൻ എ ഡാഷ് ഓഫ് റൂംസ്. അത് സ്യൂട്ട് ഓഫ് റൂംസ്, റൂംസിൻ്റെ കളക്റ്റീവ് നെയിം സ്യൂട്ട് ഓഫ് റൂംസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ നമുക്ക് സ്യൂട്ട് റൂം ഒക്കെ കിട്ടാറുണ്ട്. അങ്ങനെ ആലോചിച്ചാലും മതി. ഇനി ദ മോസ്റ്റ് സ്യൂട്ടബിൾ മീനിങ് ഓഫ് ദ ഇഡിയം ബ്രേക്ക് എ ലെഗ്. ബ്രേക്ക് എ ലെഗ് മീൻസ് വിഷിംഗ് ഗുഡ് ലക്ക് ആണ്. വിച്ച് ഈസ് ദ വൺ വേർഡ് ദറ്റ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ സമ്മൺ ഹു ഹെയ്റ്റ്സ് മാരേജ്. മാരേജ് ഹെയ്റ്റ് ചെയ്യുന്നതാണ് മീസോ ഗ്യാമിസ്റ്റ്. ഈ ഗ്യാമി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് മാരേജുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ്. അപ്പോൾ മീസോ ഗ്യാമിസ്റ്റ് ആണ് വൺ ഹു ഹെയ്റ്റ്സ് മാരേജ്. ഷീ ഈസ് ബിസി ദിസ് വീക്കെൻഡ് ഹർ ഡാഷ് ആർ കമ്മിങ് ഫോർ എ വിസിറ്റ്.
ഷീ ഈസ് ബിസി ദിസ് വീക്കെൻഡ് ഹർ ഡാഷ് ആർ കമ്മിങ് ആർ എന്നുള്ളതുകൊണ്ട് തന്നെ അതൊരു പ്ലൂറലാണെന്ന് മനസ്സിലായി. ഇനി ഇതിൽ ഏതിലാണ് പ്ലൂറൽ കൊടുക്കേണ്ടത്? സിസ്റ്റേഴ്സ് ഇൻ ലോ ആണോ, സിസ്റ്റർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോസ്, കസിൻ സിസ്റ്റർ? ഇതിലേതാണ്? സിസ്റ്റേഴ്സ് ഇൻ ലോ ആണ് കേട്ടോ. അതിൽ സിസ്റ്റേഴ്സിനാണ് നമ്മൾ പ്ലൂറൽ ആക്കേണ്ടത്. സിസ്റ്റേഴ്സ് ഇൻ ലോ എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് അതിൻ്റെ പ്ലൂറൽ ഫോം. The superstar's visit was a dash moment for the institution. The superstar's visit was a historical moment for the institution എന്നാണ് പറയുക. ഹിസ്റ്റോറിക്കൽ മൊമെൻ്റ് ആണ് കേട്ടോ. ഹിസ്റ്റോറിക്കൽ മൊമെൻ്റ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഹിസ്റ്റോറിക്കൽ അല്ല, ഹിസ്റ്ററിക് ആണ് കേട്ടോ. ഹിസ്റ്ററിക് മൊമെൻറ്റ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഹിസ്റ്ററിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മോണുമെൻ്റ്, എന്താ പറയുക, ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്നുള്ളൊരു മീനിങ് മാത്രമാണ് കേട്ടോ. മൊമെൻറ്റസ് ഓർ ഇമ്പോർട്ടൻ്റ് ഇൻ ഹിസ്റ്ററി എന്നുള്ളൊരു മീനിങ് ആണ്. ഹിസ്റ്റോറിക്കൽ ഉദ്ദേശിക്കുന്നത് സംതിങ് റിലേറ്റഡ് ടു ഏർലിയർ പീരീഡ് ഓഫ് ഹിസ്റ്ററി, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഹിസ്റ്ററിക് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, വേണമെങ്കിൽ LDSലൊക്കെ ചോദിക്കാം. അപ്പോൾ ഹിസ്റ്ററിക് എന്ന് ഉദ്ദേശിക്കുന്നത് മോണുമെൻറ്റസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഹിസ്റ്റോറിക്കൽ ആണെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു ഹിസ്റ്ററിയാണ്. I saw 10 dash flower vases in the shop. അപ്പോൾ ഇതിൽ നമ്മുടെ ആഡ്വേർബിൻ്റെ അറേഞ്ച്മെൻറ്റ് ശരിയാക്കാനുള്ളൊരു പ്രോബ്ലമാണ്. സ്മോൾ ആൻറ്റിക് ചൈനീസ് പോഴ്സലിൻ. ഇതിലെന്തായാലും പോഴ്സലിൻ ആണ് ഇതിന് നൗൺ ഫോം വരുന്നത്. അപ്പോൾ പോഴ്സലിൻ എന്തായാലും അവസാനം വരും. അതുകൊണ്ട് ഓപ്ഷൻ സി ഇതിൽ എലിമിനേറ്റ് ആയി പോയിക്കോളും. ഓക്കെ, ഇതിലെന്തായാലും ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരേണ്ട സൈസാണ് കേട്ടോ. സൈസ് ഫസ്റ്റ് പറഞ്ഞു. അപ്പോൾ അതിൽ സൈസ് ഫസ്റ്റ് ഉള്ളത് ഏതാണ്? സ്മോൾ. അതായത് ഓപ്ഷൻ എയും സിയും സൈസ് ഫസ്റ്റ് വരുന്നുണ്ട്. ഈ പോഴ്സലൈൻ ഉദ്ദേശിക്കുന്ന ആൻറ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മെറ്റീരിയലാണ്. ആൻറ്റിക് ടൈപ്പ് മെറ്റീരിയൽ പറയുമല്ലോ. പോഴ്സലൈൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സബ്സ്റ്റൻസിൻ്റെ പേരാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തത്. പോഴ്സലൈൻ എന്തായാലും അവസാനം വരുള്ളൂ. ഇതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അതായത് പോഴ്സലിൻ ആണ് ഇവിടുത്തെ മെറ്റീരിയൽ കേട്ടോ. എന്ത് ടൈപ്പും ഒരു ചൈനീസ് ടൈപ്പ് മെറ്റീരിയലാണ് പോഴ്സലിൻ. അപ്പോൾ അത് മെറ്റീരിയലാണ്. ആൻറ്റിക് ആണ് ഇവിടെ നൗണായിട്ട് വരേണ്ടത്. ആൻറ്റിക് എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ ടൈപ്പുള്ള മെറ്റീരിയൽ, കുറച്ച് ഹിസ്റ്ററി, അതായത് പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ആൻറ്റിക് ജ്വല്ലറി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എന്നാലും പ്രൊഫഷണൽ വരുമ്പോൾ ഒന്നുകൂടെ നോക്കുക. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ആൻസർ വരുന്നത് സി തന്നെ. നമ്മൾ ആദ്യമേ എലിമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞത് ആൻസർ തന്നെയാണ്, സി ആണ്. അതായത് സ്മോൾ പോഴ്സലിൻ ചൈനീസ് ആൻറ്റിക്. അതായത് പോഴ്സലിൻ ആ മെറ്റീരിയൽ ആദ്യം വരണം, സൈസ് വരണം, പിന്നെ മെറ്റീരിയൽ വരണം, പിന്നീട് അതിൻ്റെ ഒറിജിൻ വരണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളതിന് നൗൺ എഴുതുന്നത്. അപ്പം ഓക്കെ, ഇതിൽ സ്മോൾ പോഴ്സലിൻ ചൈനീസ് ആൻറ്റിക് ഫ്ലവർ വേസസ് എന്നുള്ളൊരു ഇതിൽ പോകുന്നതാണ് മോസ്റ്റ് പ്രോബബിൾ ചാൻസ് വരുന്നത്. ഇനി ലുക്സ് ലൈക്ക് ഇറ്റ് ഡാഷ് റെയിൻ. ലുക്സ് ലൈക്ക് ഇറ്റ് ഡാഷ് റെയിൻ. ലുക്സ് ലൈക്ക് ഇറ്റ് വാട്ട്, എന്താ പറയുക, ഇറ്റ് മൈറ്റ് റെയിൻ. അത് ഇപ്പം മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ തോന്നുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇറ്റ് മൈറ്റ് റെയിൻ ആണ്. അടുത്ത മലയാളമാണ്. മലയാളം നിങ്ങൾ തന്നെ നോക്കി ആൻസർ കണ്ടെത്തുക കേട്ടോ. അല്ലെങ്കിൽ ചാനൽസൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലവർ ആൻസർ കീ വരുമ്പോൾ അല്ലെങ്കിൽ പ്രൊവിഷണൽ കീ വരുമ്പം നോക്കിയിട്ട് ആൻസർ കണ്ടെത്തി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഒരു എക്സാമിൻ്റെ അനാലിസിസ് വെച്ച് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.